ഹൈഡ്രോ കാർബൺസ്, അതാണ് നമ്മൾ ആൽക്കെയിനും ആൽക്കീനും വരെ പറഞ്ഞു നിർത്തിയെന്നാണ് എൻ്റെ ഓർമ്മ. തിയറി കുറച്ച് തിയറിയും കൂടി ആൽക്കൈൻസിന്റെ പറയാനുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എൻഎസ് ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ആൽക്കൈൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ആൽക്കൈൻസിന്റെ തിയറി കാണാം കേട്ടോ. ഓക്കെ, കാണാം. ആൽക്കൈൻസ് ഒരു സ്ലൈഡ് ഫുൾ ഇട്ടോളൂ സാർ. ഓക്കെ, ആൽക്കൈൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ട്രിപ്പിളി ബോണ്ടഡ് ആയുള്ള മോളിക്യൂൾസ് ആണ്. CnH2n-2 എന്നാണ് ആൽക്കൈൻസിന്റെ ജനറൽ ഫോർമുല. ട്രിപ്പിളി ബോണ്ടഡ് ആയിട്ടുള്ള ഒരു കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടുള്ള മോളിക്യൂൾസ് ആണ് ആൽക്കൈൻസ് എന്ന് പറയുന്നത്. CnH2n-2 എന്നാണ് അതിന്റെ ജനറൽ ആയിട്ടുള്ള ഫോർമുല വരിക. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ ഐസോമെറിസ് ആണ്. പ്രധാനമായിട്ടും ആൽക്കൈൻസ് കാണിക്കുന്നത് ചെയിൻ ഐസോമെറിസവും പൊസിഷൻ ഐസോമെറിസവും ആണ്. ചെയിൻ ഐസോമെറിസം നമുക്കറിയാം ചെയിൻ ലെങ്ത് ഡിഫറെന്റ് ആണ്. പൊസിഷൻ ഐസോമെറിസത്തിൽ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ ഡിഫറെന്റ് ആയിരിക്കും. സപ്പോസ് ഒന്ന് ബ്യൂട്ട് 1 ആണെങ്കിൽ രണ്ട് ബ്യൂട്ട് 2 ആയിരിക്കും. അങ്ങനെ ഓക്കെ, ഇത് നമുക്ക് കോമൺ ആയിട്ടുള്ള ഐഡിയ ആണ്. നെക്സ്റ്റ് പോവാം. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻസ്. നമ്മൾ ആൽക്കൈൻസോ ആൽക്കീൻസോ പറഞ്ഞതുപോലെ ഒരുപാട് മെത്തേഡ്സ് പ്രിപ്പറേഷൻ ഒന്നും ആൽക്കൈൻസിനില്ല. നമുക്ക് 2-3 മെത്തേഡ്സ് മാത്രമേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഫ്രം കാൽസ്യം കാർബൈഡ്. വായിക്കുമ്പോൾ കാൽസ്യം കാർബണേറ്റ് എന്ന് വായിക്കരുത്, കാൽസ്യം കാർബൈഡ് ആണ്. കാൽസ്യം കാർബൈഡിന്റെ ഫോർമുലയാണ് CaC2. കാർബൈഡ് ടൈപ്പ് കോമ്പൗണ്ട്സ്, ദാറ്റ് ഈസ് CaC2 ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാൽസ്യം കാർബൈഡ്. കാൽസ്യം കാർബൈഡ് ഹൈഡ്രലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാൽസ്യം കാർബൈഡ് ഈസ് റിയാക്റ്റഡ് വിത്ത് വാട്ടർ സോ ദാറ്റ് C2H2. C2H2 മീൻസ് C ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് H സിംഗിൾ ബോണ്ട് H. ദിസ് ഈസ് റെപ്രസെന്റഡ് C triple bond C triple bond C single bond H single bond H. This is represented as C2H2. So this is a method for the preparation of alkyne molecules. Okay, രണ്ടാമത്തെ മെത്തേഡ് കാണാം, വിസിനാൽ ഡൈഹൽ. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം സാറേ. ഓക്കെ, വിസിനാൽ ഡൈഹാലൈഡ്സിന്റെ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ആണ്. വിസിനാൽ മീൻസ് ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നൈബറിംഗ് കാർബണാറ്റത്തിൽ 2 ഫങ്ഷണൽ ഗ്രൂപ്പ്, ഹാലജൻ ഫങ്ഷണൽ ഗ്രൂപ്പ് റിപ്പീറ്റഡ് ആയിട്ട് ആഡ് ചെയ്ത് വരികയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ആർ സെറ്റ് ടു ബി വിസിനാൽ ഡൈഹാലൈഡ്സ്. സോ ദീസ് വിസിനാൽ ഡൈഹാലൈഡ്സ് വി ആർ ടേക്കിംഗ് 1,2 dibromo ethane here. 1,2 dibromo ethane that is reacted with KOH molecule. ഓക്കെ, ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള KOH മോളിക്യൂൾ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ആൽക്കഹോളിക് KOH എവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലിമിനേഷൻ റിയാക്ഷൻ ആണ് നടക്കുക. എലിമിനേഷൻ റിയാക്ഷൻ ഈസ് carried out in the presence of alcoholic KOH so that in the first step one of the hydrogen atom and one of the bromine atom get eliminated. So the molecule will turns into alkene molecule, that is C double bond C. കണ്ടോ, ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ബ്രോമിൻ റൈറ്റ് സൈഡിൽ എത്തിയപ്പോഴേക്കും ആബ്സെന്റ് ആയി. സെക്കൻഡ് പൊസിഷനിൽ ബ്രോമിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ബ്രോമിൻ എലിമിനേറ്റ് ചെയ്ത് പോയി. പിന്നെ ഇത് CH2 എന്നായിരുന്നു, CH2 ഇതും CH2Br എന്നായിരുന്നു. അതിലൊരു CHBr ആയിട്ട് മാറി. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം ആൻഡ് വൺ ഓഫ് ദ ഹാലജൻ ആറ്റം ഗെറ്റ് എലിമിനേറ്റഡ്. ദാറ്റ് ഈസ് വൈ ദ റിയാക്ഷൻ ഈസ് സെറ്റ് ടു ബി ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. എന്ന് ഞാൻ തിയറി പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ കുറെ റിയാക്ഷൻസ് നിങ്ങളെ ഫെമിലിയർ ആക്കി തന്നിരുന്നു. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ, ഡീഹാലോജിനേഷൻ, ഹൈഡ്രോ ഹാലോജിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതില് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം ആൻഡ് വൺ ഓഫ് ദ ഹാലജൻ ആറ്റം ഗെറ്റ് റിമൂവ്ഡ് ഡ്യൂറിംഗ് ദിസ് റിയാക്ഷൻ. സോ ദി സിംഗിൾ ബോണ്ടഡ് മോളിക്യൂൾ ഗെറ്റ് കൺവേർട്ടഡ് ഇൻടു ഡബിൾ ബോണ്ടഡ് മോളിക്യൂൾ. നമ്മൾ ലക്ഷ്യമായിട്ടില്ല, നമുക്ക് വേണ്ടത് ട്രിപ്പിൾ ബോണ്ടാ. സോ വി ഹാവ് ടു റിയാക്ട് ദ obtained molecule with NaNH2 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 ട്രിപ്പിൾ ബോണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മോളിക്യൂൾ ആണ് NaNH2. ഇതിന്റെ പേരാണ് സോഡമൈഡ്. സോഡമൈഡ് എന്നാണ് ഈ NaNH2ന്റെ പേര്. കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരു മോളിക്യൂൾ പഠിച്ചിരുന്നു, സോഡ ലൈം എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നു. അത് വേറെയാണ്. സോഡ ലൈം എന്ന് പറയുന്നത് NaOHന്റെയും അതുപോലെ തന്നെ കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെയും അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡിന്റെയും മിക്സ്ചറിനെയാണ് നമ്മൾ സോഡ ലൈം എന്ന് പറയുന്നത് കേട്ടോ. രണ്ടും രണ്ടാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സോഡമൈഡ് ആണ്. അവിടെ നമ്മൾ ഡീകാർബോക്സിലേഷനിലൊക്കെ യൂസ് ചെയ്ത് സോഡ ലൈം ആണ് യൂസ് ചെയ്തത്.
For here, the doubly bonded molecule get converted into triple bonded molecule using NaNH2 molecule, that is sodamide molecule. അപ്പോൾ ഒരു ആരോന്റെ മുകൾ ഭാഗത്ത് ഡബിൾ ബോണ്ടിന്റെ കൂടെ സോഡാമൈഡ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് വിൽ ബി ആൽക്കൈൻ മോളിക്യൂൾ ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആൽക്കോളിക് AOH എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ ബോണ്ട് ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓർത്ത് വെക്കേണ്ട അടുത്ത പോയിന്റ് ആണ് NaNH2ന്റെ പ്രസൻസിൽ മെജോറിറ്റി റിയാക്ഷൻസിൽ ദറ്റ് ഈസ് ട്രിപ്പിൾ ബോണ്ട് ആണ് ഡെവലപ്പ് ചെയ്യുക. ഇതെല്ലാം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യുമ്പോൾ ആവശ്യമുള്ള കൺസെപ്റ്റുകളാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടെണ്ണമാണ് പ്രധാനമായിട്ടും ആൽക്കൈൻസിന്റെ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കാൽസ്യം കാർബൈഡിന്റെ ഹൈഡ്രോളിസിസ്, രണ്ട് ഫ്രം വിസിനാൽ ഡൈഹാലൈഡ് മോളിക്യൂൾസ്. ഓക്കെ, ഇനി ഇവരുടെ റിയാക്ഷൻസ് കാണാം. റിയാക്ഷൻസ് ഓഫ് ആൽക്കൈൻസ് ഒരുപാട് റിയാക്ഷൻസ് ഒന്നുമില്ല, വളരെ കുറച്ച് റിയാക്ഷൻസേ ഉള്ളൂ. പ്രധാനമായിട്ട് ട്രിപ്പിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ട് ആക്കുന്നതോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ട് ആക്കുന്നതോ അഡീഷൻ റിയാക്ഷൻസ് ആണ് നമുക്കുള്ളത്. അതിൽ ഹൈഡ്രജൻ വെച്ച് ആഡ് ചെയ്യാം, ഹാലജൻ വെച്ചിട്ട് ആഡ് ചെയ്യാം, ഹൈഡ്രജൻ ഹാലൈഡ് വെച്ച് ആഡ് ചെയ്യാം, വാട്ടർ വെച്ചിട്ട് ആഡ് ചെയ്യാം. പിന്നെ ഒരു പോളിമറൈസേഷൻ റിയാക്ഷൻ ഉണ്ട്, പോളിമറൈസേഷൻ ഇൻറ്റു ബെൻസീൻ. ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ട്രിപ്പിൾ ബോണ്ട് ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് ആകും, പിന്നെയും ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. ഹാലജൻ ആഡ് ചെയ്യുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നമ്പർ ഓഫ് ഹാലജൻസിന്റെ എണ്ണത്തിനനുസരിച്ച് ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ടോ ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുമ്പോഴും ദെൻ വാട്ടർ ആഡ് ചെയ്യുമ്പോഴും ദെൻ പോളിമറൈസേഷനും റിയാക്ഷൻ. നെക്സ്റ്റിലേക്ക് പോവാം. ഇത് മാത്രമാണ് നമുക്ക് ഒരു എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടത്, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിൽ നമ്മൾ പോളിമറൈസേഷൻ ചെയ്യാണ്. പോളിമറൈസേഷൻ എന്ന് പറയുന്നത് പോളി മീൻസ് മെനി എന്നാണ് അർത്ഥം, മെർ മീൻസ് പാർട്ട് എന്നാണ്. എനിക്ക് തോന്നുന്നു 10th സ്റ്റേറ്റുകാർ പോളിമറൈസേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? 10th സ്റ്റേറ്റിൽ 10ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് സിലബസ് പഠിച്ചവർക്ക് പോളിമറൈസേഷൻ്റെ ഒരു ചെറിയൊരു കൺസെപ്റ്റ് അവിടെ ഉണ്ടായിരുന്നു 10th സ്റ്റേറ്റിൽ. +1 അല്ല 10th കേട്ടോ, CBSE ഉണ്ടായിട്ടില്ല. അപ്പോൾ പോളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളി മീൻസ് മെനി. പോളി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മെനി എന്നാണ്. മെർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് അല്ലെങ്കിൽ പീസ് എന്നൊക്കെ പറയാം, പാർട്ട്. പോളിമറൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് സിംപ്ലർ മോളിക്യൂൾസ്. സിംപ്ലർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ വെറുതെ സിംപ്ലർ അല്ല, എബവ് 100 നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ചില റിയാക്ഷൻസിലൊക്കെ ഇൻവോൾവ് ആയിരിക്കുക. ഇപ്പൊ നമ്മൾ എന്താ പറയുക, ഒരു മാല എങ്ങനെ ഉണ്ടാക്കുക? ഒരു മാല ഉണ്ടാക്കുന്നത് കുറേ അധികം മുത്തുകൾ ചേർത്തിട്ട്, ഒരു മുത്തിട്ടുണ്ടെങ്കിൽ 2 മുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും മാലയാവില്ല. ഒരുപാട് മുത്തല്ല, മിനിമം ഒരു 30-40 മുത്തിടുമ്പോഴാണ് ഒരു മാലയായിട്ട് വരിക. അതുപോലെ തന്നെ സ്മോളർ മോളിക്യൂൾസ് വിൽ കമ്പൈൻസ് ടുഗദർ ടു ഫോം എ ലാർജ് ജൈജാന്റിക് മോളിക്യൂൾ കോൾഡ് പോളിമർ. അങ്ങനെ ഉണ്ടാകുന്ന മോളിക്യൂൾസിനെയാണ് പോളിമർ എന്ന് പറയുന്നത്. ഇതിൽ ഇൻവോൾവ് ആയ മോളിക്യൂൾസിനെ മോണോമർ എന്ന് പറയും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. ഈ പോളിമേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയെ പറയുന്ന പേരാണ് പോളിമർ കെമിസ്ട്രി എന്ന് പറയും. പോളിമർ കെമിസ്ട്രി നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ പോളിമർ കെമിസ്ട്രി ഓപ്റ്റ് ചെയ്യാം BScക്ക്. റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ മാത്രം പോളിമർ കെമിസ്ട്രി ഓപ്റ്റ് ചെയ്താൽ മതി. ടീച്ചിങ് ഫീൽഡിലേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പോളിമർ കെമിസ്ട്രി ഓപ്റ്റ് ചെയ്യാൻ ഞാൻ പറയില്ല. ഞാൻ BSc പോളിമർ കെമിസ്ട്രി ആയിരുന്നു കേട്ടോ. ഡിഗ്രിക്ക് ഞാൻ എൻ്റെ സബ്ജക്റ്റ് പോളിമർ കെമിസ്ട്രിയാണ്. പോളിമർ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ പോളിമർ മാത്രം പഠിച്ചാൽ പോരാ, അഡീഷണൽ ആയിട്ട് പോളിമർ കെമിസ്ട്രിയും കൂടി പഠിക്കണം. ഓക്കെ, റിസർച്ച് ഓറിയന്റഡ് ഫീൽഡിലേക്കൊക്കെ പോകുന്ന ആളുകൾക്കാണെങ്കിൽ പോളിമർ കെമിസ്ട്രി നല്ലത്. അതുപോലെ തന്നെ റബ്ബർ സയൻസ് ആൻഡ് പോളിമർ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഒരു BTech കോഴ്സിന്റെ കൊച്ചി യൂണിവേഴ്സിറ്റി എൻട്രൻസ് എഴുതുന്നവർക്ക് നല്ലൊരു ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. കുറച്ചും കൂടി നല്ല ജോലി സാധ്യതയൊക്കെയുള്ള കോഴ്സ് എന്നുള്ള രീതിയിലാണ് ഈ BTech റബ്ബർ സയൻസ് ആൻഡ് പോളിമർ ടെക്നോളജി എന്നുള്ള കോഴ്സ് അറിയപ്പെടുന്നത്. കുസാറ്റിന്റെ എൻട്രൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിലേക്ക് നമുക്ക് ഓപ്ഷൻസ് വെക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. അത് ജസ്റ്റ് പറഞ്ഞതാണ് സന്ദർഭം വന്നപ്പോൾ. BSc പോളിമർ കെമിസ്ട്രി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് MSc പോളിമർ കെമിസ്ട്രി ഉണ്ട്, പിന്നെ PhD പോളിമർ കെമിസ്ട്രി ഉണ്ട്. PhDക്ക് ചെല്ലുമ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പോളിമർ കെമിസ്ട്രിയുടെ. പിന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരും കളമശ്ശേരിയിൽ 2 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ. സെൻട്രൽ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളാണ്. അവിടെയും പോളിമർ കെമിസ്ട്രി പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. മോൾഡുകളും പോളിമർ ബേസ് ചെയ്തിട്ടും പ്ലാസ്റ്റിക് ബേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. നിങ്ങൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യും അവിടെ. അങ്ങനത്തെ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണത്. സിപ്പറ്റ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും. സിപ്പറ്റ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോളിമർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് സിപ്പറ്റ്. താല്പര്യം ഉണ്ടെങ്കിൽ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഇവിടെ ഷോർട്ട്, ഇപ്പം അല്ലാണ്ട് +2 കഴിഞ്ഞിട്ട് ഷോർട്ട് ടൈം കോഴ്സുകളും ഉണ്ട്, ലോങ് ടൈം കോഴ്സുകളും ഉണ്ട്.
പ്ലസ് ടു ബേസിലുള്ള കോഴ്സുകളുണ്ട്, ഡിഗ്രി ബേസിലുള്ള കോഴ്സുകളുണ്ട്, അത് കഴിഞ്ഞിട്ട് ഹയർ ക്വാളിഫിക്കേഷൻ ഒക്കെ ബേസിലുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അന്വേഷിച്ച് നോക്കി. നിങ്ങൾക്കൊക്കെ ഒരു ഡൈവേർട്ട് ചെയ്ത് പോകണം എന്നുള്ളൊരു മൈൻഡൊക്കെ ഉണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് പോളിമറൈസേഷൻ ഇത്തൈൻ ടു ബെൻസീൻ. ഇത്തൈൻ മോളിക്യൂളിന്റെ 3 എടുക്കും. ഇവിടെ നമ്മൾ 3 എടുക്കുന്നുള്ളൂ. നോർമൽ ആയിട്ടൊരു പോളിമറൈസേഷൻ പറയുമ്പോൾ മോർ ദാൻ 100 എന്നാണ് പറയുക. പക്ഷെ ഇവിടെ നമുക്ക് ബെൻസീൻ അല്ലേ, ബെൻസീൻ എന്ന് പറയുമ്പോൾ C6H6 ആണല്ലോ. അതുകൊണ്ട് നമ്മൾ 3 ഇത്തൈൻ മോളിക്യൂൾസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിന് 873 കെൽവിൻ ടെമ്പറേച്ചറിൽ റെഡ് ഹോട്ട് അയൺ ട്യൂബിനകത്തൂടെ പാസ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഇവിടെ ഇനീഷ്യൽ ആയിട്ട് മോളിക്യൂൾസ് എല്ലാം തന്നെ നോൺ സൈക്ലിക് ആയിരുന്നു. ബട്ട് ദ മോളിക്യൂൾസ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു cyclic aromatic ring, that is benzene ring. So polymerization of ethane is also said to be cyclic polymerization. നോട്ട് ചെയ്തോളൂ കേട്ടോ. ഈ പോളിമറൈസേഷൻ നമ്മളൊരു പേരും കൂടി പറയും. എന്താ പറയാ? സൈക്ലിക് പോളിമറൈസേഷൻ. അതായത് ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ സൈക്ലിക് ആയിട്ടുള്ള മോളിക്യൂൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും സൈക്ലിക് പോളിമറൈസേഷൻ എന്നുള്ള പേരിൽ പറയും. അപ്പോൾ ഇത്തൈൻ മോളിക്യൂൾസിന്റെ 873 കെൽവിനിൽ റെഡ് ഹോട്ട് അയൺ ട്യൂബിനകത്ത് കൂടെയുള്ള പോളിമറൈസേഷൻ വിൽ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ ബെൻസീൻ റിംഗ് ഓർ ബെൻസീൻ മോളിക്യൂൾ. ആർ യു ക്ലിയർ? ഓക്കെ, യെസ്. സ്ലൈഡിൽ ഇല്ലാത്തൊരു സാധനം എനിക്ക് നിങ്ങളെ പഠിപ്പിക്കണമെന്നുണ്ട്. ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ സ്ലൈഡ്. അപ്പോൾ ജസ്റ്റ് ഞാൻ മാറ്റിയാണ്, എന്നിട്ട് നമുക്ക് സ്ലൈഡിൽ തിരിച്ചു വരാം. സാറേ സ്ലൈഡ് ജസ്റ്റ് ഒന്ന് മാറ്റിക്കോളൂ. എന്താണ് ആ സാധനത്തിന്റെ പേര്? ഓക്സോമെർക്കുറേഷൻ പ്രോസസ് എന്നാണ് പേര്. ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടില്ല, NCERT-ലും ഈ പേര് കിട്ടില്ല. ചിലപ്പോൾ എൻ്റെ റിയാക്ഷൻ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്സോമെർക്കുറേഷൻ പ്രോസസ് ഈ ആൽക്കൈൻ മോളിക്യൂൾസിന്റെ വളരെ അധികം യൂസ് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് ഓക്സോമെർക്കുറേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്സോമെർക്കുറേഷൻ പ്രോസസ് റിയാക്ഷന്റെ പേരാണ് ഓക്സോമെർക്കുറേഷൻ പ്രോസസ്. ഓക്കെ, ഇവിടെ നമ്മൾ ട്രിപ്പിൾ ബോണ്ടഡ് മോളിക്യൂൾസിനെയാണ് ഓക്സോമെർക്കുറേഷൻ വിധേയമാക്കുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആൽക്കൈൻ C ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് H സിംഗിൾ ബോണ്ട് H. ഇതാണ് നമ്മുടെ എന്താണ് ഇത്തൈൻ മോളിക്യൂൾ. ഓക്കെ, ഇത്തൈൻ മോളിക്യൂളിന് എടുത്തിട്ട് നമ്മൾ എന്തൊക്കെയായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് നോക്കിയോളൂ. കോൺസെൻട്രേറ്റഡ് H2SO4ഉമായിട്ടും അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ്, അപ്പോൾ കോൺസെൻട്രേറ്റഡ് എഴുതണമെന്നൊന്നുമില്ല, കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മെർക്കുറിക് സൾഫേറ്റും എടുക്കുക. 2 റിയേജൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, അതുകൊണ്ടാണ് ഈ പേര് ഓക്സോ. സൾഫ്യൂരിക് ആസിഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ്. പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ്, OA, പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ്. അതുകൊണ്ടാണ് റിയാക്ഷൻ അവർ ഓക്സോ. ദെൻ മെർക്കുറേഷൻ. മെർക്കുറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, ഇത് യൂസ് ചെയ്യുന്നത് മെർക്കുറിക് സൾഫേറ്റ് ആണ്. മെർക്കുറിക് സൾഫേറ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് റിയാക്ഷന്റെ പേര് ഓക്സോമെർക്കുറേഷൻ പ്രോസസ് എന്ന് പറയും. ഇതിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഇനി പ്രൊഡക്റ്റ് ഞാൻ ഇത്തിരി ഇങ്ങോട്ട് നീക്കി എഴുതട്ടെ കേട്ടോ, നിങ്ങൾ വലിയൊരു അരോ മാർക്ക് വരച്ച് വെക്കട്ടെ. പ്രൊഡക്റ്റ് എന്തായിരിക്കും? പ്രൊഡക്റ്റ് ഒന്നുകിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആയിരിക്കും. അത് റിയാക്ഷൻ കണ്ടീഷൻ അനുസരിച്ചും ഡിപ്പെൻഡ് വർക്കൗട്ട് ചെയ്യുന്ന മോളിക്യൂൾ അനുസരിച്ചിരിക്കും. ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CH3CHO, നമ്മുടെ എത്തനാൾഡിഹൈഡ് ആണ് ഇവിടുത്തെ പ്രൊഡക്റ്റ് ആയിട്ട് വരിക. എത്തനാൾഡിഹൈഡ് നോട്ട് ചെയ്തോളൂ കേട്ടോ, വളരെയധികം തവണ എൻട്രൻസിന് ചോദിച്ചിട്ടുണ്ട്. CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് പറയുന്ന ഇത്തൈൻ മോളിക്യൂളിനെ ഓക്സോമെർക്കുറേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് CH3CHO നമ്മുടെ എത്തനാൾഡിഹൈഡ് ആയിരിക്കും. അടുത്ത ഒരെണ്ണം എടുക്കാം. ഇതിന്റെ ഹയർ മെമ്പർ CH3C ട്രിപ്പിൾ ബോണ്ട് CH. ഇതാരാ? നമ്മുടെ പ്രൊപ്പൈൻ മോളിക്യൂൾ. 3 കാർബൺ ആറ്റം ഉണ്ട്. പ്രൊപ്പൈൻ മോളിക്യൂൾ ആണ്. പ്രൊപ്പൈൻ മോളിക്യൂൾ ഇതുപോലെ നമ്മൾ കോൺസെൻട്രേറ്റഡ് H2SO4. ചിലപ്പോൾ കോൺസെൻട്രേറ്റ് H2SO4 മുഴുവൻ ഉണ്ടാവില്ല, H+ എന്നൊക്കെ ഉണ്ടാവുള്ളൂ. ആരുടെ മുകളിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് HgSO4. ചിലപ്പോൾ ആരുടെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. H2SO4ന്റെ റെപ്രസെന്റേഷൻ ആണ് H+, ഉണ്ടാവില്ല അല്ലെ. H2SO4ന്റെ റെപ്രസെന്റേഷൻ ആണ് H+. അതുപോലെ തന്നെ നമ്മുടെ HgSO4ന്റെ റെപ്രസെന്റേഷൻ ആണ് Hg2+. ചിലപ്പോൾ ആരുടെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോ ഈ പ്രൊപ്പൈൻ മോളിക്യൂൾ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് CH3CO CH3 നമ്മുടെ കീറ്റോൺ ആണ് കിട്ടുക. CH3CO CH3 വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊപ്പനോൺ. കീറ്റോണിന്റെ പേര് ONE എന്നാണ് അവസാനിക്കുക. +2 ആകുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ പഠിക്കുള്ളൂ. പക്ഷെ ഇത് ഇവിടത്തെ ബേസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പ്രൊപ്പനോൺ ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, പക്ഷെ ഇതിന്റെ ഇന്റർമീഡിയറ്റ് ഏതൊരു പരീക്ഷ ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഇന്റർമീഡിയറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതാണ് ഞാൻ ഇത് സ്പേസ് വിട്ടത്. ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് CH3
എഴുതല്ല കേട്ടോ ആരും, ഞാനൊന്ന് ആദ്യം എഴുതട്ടെ. COH ഡബിൾ ബോണ്ട് 1 2 3 4 CH2. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരിക. ഇതൊരു ഇന്റർമീഡിയറ്റ് അവിടെ ഒരു ആൽക്കഹോൾ ആണ്. പക്ഷേ ഈ ആൽക്കഹോളിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ആൽക്കഹോളിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ, ഡബിൾ ബോണ്ടഡ് കാർബണിലേക്കാണ്. ഈ ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് OH ഗ്രൂപ്പ് വരുമ്പോൾ ഇതൊരു അൺസ്റ്റേബിൾ മോളിക്യൂൾ ആയിരിക്കും, അൺസ്റ്റേബിൾ മോളിക്യൂൾ. അപ്പോൾ ഇവിടെ ഒരു റീഅറേഞ്ച്മെന്റ് നടക്കും, ഇവിടെ ഒരു റീഅറേഞ്ച്മെന്റ്. പുതിയ ആറ്റങ്ങളൊന്നും വന്നിട്ടില്ല, ഈ ആറ്റങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്തിരിക്കും. ഇവിടുത്തെ CH3 ഉണ്ട്, CH3 ഉണ്ട്, ഇവിടെ 1 2 കാർബൺ എക്സ്ട്രാ, അതെ 2 എണ്ണം എക്സ്ട്രാ ഉണ്ട്. പിന്നെ ടോട്ടൽ 2 1 3 ഹൈഡ്രജൻ ഉണ്ട്, അതെ 3 ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്, ഒരു ഓക്സിജൻ ഇവിടെ ഉണ്ട്. പക്ഷെ അതൊന്ന് റീഅറേഞ്ച് ചെയ്തു. അപ്പൊ ഇതൊരു റീഅറേഞ്ച് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ് ഓർഗാനിക് റിയാക്ഷന്റെ. അതുപോലെ തന്നെ നമ്മുടെ ആൽക്കൈൻ മോളിക്യൂൾസിന്റെ കീറ്റോൺ ആയിട്ടുള്ള കൺവേർഷനും കൂടിയിട്ടാണത് കേട്ടോ. നിങ്ങൾക്ക് ഈ 2 റിയാക്ഷൻസ് ആണ് ചോദിക്കാറ്, ഇതിന്റെ ഹയർ മെമ്പേഴ്സ് ഒന്നും ചോദിക്കാറില്ല. ഹയർ മെമ്പേഴ്സ് ഉണ്ടെങ്കിലും ഇനിയും കീറ്റോൺസ് തന്നെയാണ് ഡെവലപ്പ് ചെയ്ത് കിട്ടുക. ഓക്കെ, അപ്പൊ ഈ ഇന്റർമീഡിയറ്റും കൂടിയിട്ടൊന്ന് ഓർത്ത് വെക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചാൽ. ഇതെന്തുകൊണ്ടാണ് അൺസ്റ്റേബിൾ ആകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ബോണ്ടിലേക്ക് തന്നെയാണ് OH ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള മോളിക്യൂൾസ് സ്റ്റെബിലിറ്റി കുറവുള്ള മോളിക്യൂൾസ് ആയിരിക്കും. സോ ദാറ്റ് ആറ്റംസ് വിൽ റീഅറേഞ്ച്ഡ് ഈച്ച് അതർ ടു ഫോം ദ സ്റ്റേബിൾ മോളിക്യൂൾ. ആർ യു ക്ലിയർ? സെറ്റാണോ? ഓക്കെ, സ്ലൈഡിലേക്ക് തിരിച്ചു പോകാം സാറേ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ. നെക്സ്റ്റ് സ്ലൈഡ് പോവാം. ഇതും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്, അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കൈൻ. നമ്മുടെ ആൽക്കൈൻസ് അപേക്ഷിച്ച് നോക്കുമ്പോൾ അസിഡിക് ക്യാരക്ടർ കാണിക്കുന്ന മോളിക്യൂൾസ് ആണ് ആൽക്കൈൻസ് എന്ന് പറയുന്നത്. ആൽക്കൈൻസ് നിങ്ങൾക്ക് അറിയാം ട്രിപ്പിൾ ബോണ്ടഡ് മോളിക്യൂൾസ് ആണ്. സോ അവിടെ ആ ട്രിപ്പിൾ ബോണ്ടിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് SP ഹൈബ്രിഡൈസേഷൻ ആണ്. ആ ട്രിപ്പിൾ ബോണ്ടിന്റെ ഹൈബ്രിഡൈസേഷൻ SP ഹൈബ്രിഡൈസേഷൻ ആണ്. സോ SP ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ 50% S ക്യാരക്ടറും 50% P ക്യാരക്ടറും ആയിരിക്കും. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടഡ് മോളിക്യൂൾസിന് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. സോ ആ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് H+ ഇവർ ഡീജനറേറ്റ് ചെയ്യും, ദാറ്റ് ഈസ് ഡിറ്റാച്ച് ചെയ്യും. സോ H+ ഡിറ്റാച്ച് ചെയ്യുന്ന മോളിക്യൂൾസിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയയിലൊക്കെ ആസിഡ് ബേസ് തിയറിയിലൊക്കെ പറഞ്ഞത് ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രിപ്പിൾ ബോണ്ടഡ് മോളിക്യൂൾസ് വളരെ ഫാസ്റ്റ് ആയിട്ട് H+ ഡിറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട് ട്രിപ്പിൾ ബോണ്ടഡ് മോളിക്യൂൾസ് ആയ ആൽക്കൈൻസ് ആർ സെറ്റ് ടു ബി അസിഡിക് ഇൻ ബിഹേവിയർ. Okay, for triple bonded molecules or alkynes are said to be acidic in behavior. Why? എല്ലാ കാർബൺ ഒന്നും അല്ല കേട്ടോ, ട്രിപ്പിൾ ബോണ്ട് വരുന്ന കാർബൺ ആണ് നമ്മൾ അസിഡിക് ബിഹേവിയർ എന്ന് പറയുക. ഇപ്പോ ഒരു മോളിക്യൂൾ എടുത്തു CH3, ഒരു മോളിക്യൂൾ എടുത്തു നമ്മൾ CH3, CH2, C ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, ഈ ഒരു മോളിക്യൂൾ എടുത്തു. ഇവിടെ ഇതാണ് നമ്മൾ SP ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുക. ട്രിപ്പിൾ ബോണ്ട് ആണ്, ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് ഇത് SP ഹൈബ്രിഡൈസേഷൻ ആണ്. SP ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 50% S ക്യാരക്ടർ ഉണ്ടായിരിക്കും കാർബണിന്, 50% P ക്യാരക്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ലാസ്റ്റ് ടെർമിനൽ പൊസിഷനിലുള്ള ഹൈഡ്രജൻ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, ഇതെന്തായിട്ട് മാറും? CH3, CH2, C ട്രിപ്പിൾ ബോണ്ട് C, ഈ ഒരു വേക്കൻ സ്പേസ് വരും. ഓക്കെ, H+ ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേക്കൻ സ്പേസ് വരും വിത്ത് എ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഏതെങ്കിലും മെറ്റൽസിന്റെ അയോണിനെയൊക്കെ, സപ്പോസ് സോഡിയത്തിന്റെ ഒക്കെ അയോണിനൊക്കെ കിട്ടുകയാണെങ്കിൽ, Na+ കിട്ടുകയാണെങ്കിൽ ദേ വിൽ ഈസിലി അറ്റാച്ച്ഡ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ കാർബൺ ആറ്റം. സോ ഈ H+ ഡിറ്റാച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ആൽക്കൈൻ മോളിക്യൂൾസ് ദാറ്റ് ഈസ് അസിഡിക് ബിഹേവിയർ ആണ്. അത് പെർട്ടിക്കുലർ ആയിട്ട് ടെർമിനൽ പൊസിഷനിൽ വരുന്ന ട്രിപ്പിൾ ബോണ്ടിനാണ് അസിഡിക് ക്യാരക്ടർ കൂടുതൽ വരിക. ഇപ്പോൾ But1 എടുത്തു, But2 എടുത്തു, അതിൽ മോർ അസിഡിക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി But1 വിൽ ബി മോർ അസിഡിക്, ബിക്കോസ് ഇൻ But1 ഇതാണ് But1 കേട്ടോ. But1 hydrogen atom is attached at the terminal position, so very easy to remove the hydrogen from the terminal position than the hydrogen in the that is middle carbon atoms. Clear? സെറ്റ്? എവിടെ ടാറ്റയുടെ? ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ആൽക്കൈൻ മോളിക്യൂൾസിന്റെ കൺസെപ്റ്റുകൾ ഉള്ളത്. ഇനി നമുക്ക് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണുള്ളത്. അടുത്ത ഹെഡിങ്ങിലേക്ക് പോവാം. ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എഴുതിക്കോളൂ. ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. അരോമ എന്ന് പറയുന്നത് പ്ലസന്റ് സ്മെൽ എന്നാണ് അർത്ഥം. ഇൻ ഓൾഡൻ ഡേയ്സ് ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് all these compounds have
സ്പെഷ്യലൈസ്ഡ് സ്മെൽ. നമ്മൾ നാട്ടിലൊക്കെ ബേക്കറിയുടെ പേരൊക്കെ ഇടുമ്പോൾ ഇടാറുണ്ട് ആരോമ ബേക്കറി. ഏതെങ്കിലും നാട്ടിലൊക്കെ ഉണ്ടാവും. കൊടുങ്ങല്ലൂർ ഉണ്ടായി തോന്നുന്നുണ്ട്. പറവൂർ എവിടെയൊക്കെ കണ്ടു ഞാൻ, കുന്നംകുളത്തോ ഗുരുവായൂർ എറണാകുളത്ത് എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ആരോമ ബേക്കറി. ആരോമ മീൻസ് പ്ലസന്റ് സ്മെൽ എന്നാണ് അർത്ഥം കേട്ടോ, പ്ലസന്റ് സ്മെൽ. അപ്പോൾ ഇൻ ഓൾഡൻ ഡേയ്സ് ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് ദീസ് മോളിക്യൂൾസ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്ലസന്റ് സ്മെൽ ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസസ്. ബട്ട് നവേഡേയ്സ് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അതൊന്നുമില്ല. പ്ലസന്റ് സ്മെല്ലുള്ളത് ഒന്നും മാത്രമല്ല ആരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്. ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആകണം എന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് വെച്ചിട്ടാണ് ആരോമാറ്റിക് ആണോ അല്ലേ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അപ്പൊ ഇതിലേക്ക് പോവാം. ആരോമാറ്റിക് കോമ്പൗണ്ട്സ് നമ്മൾ സിമ്പിൾ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബെൻസിനോഡ് ഡെറിവേറ്റീവ്സ് ഉണ്ട്, നോൺ ബെൻസിനോഡ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. ബെൻസീൻ ഗ്രൂപ്പിന്റെ മൾട്ടിപ്പിൾസോ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇതുകൊണ്ട് ആരോമാറ്റിക് ബിഹേവിയർ കാണിക്കുന്ന മോളിക്യൂൾസിനാണ് ബെൻസിനോയിഡ്സ് എന്നും, അതല്ല ബെൻസീൻ റിംഗ് ഇല്ലെങ്കിലും ചില മോളിക്യൂൾസ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആരോമാറ്റിക് ബിഹേവിയർ കാണിക്കും, അവരെയാണ് നമ്മൾ നോൺ ബെൻസിനോയിഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുക. അപ്പോൾ ബെൻസീൻ മോളിക്യൂൾസിന്റെ ദറ്റ് ഈസ് ഒരു റിങ്ങോ 2 റിങ്ങോ 3 റിങ്ങോ 4 റിങ്ങോ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് റിങ്സിനെ ക്യാരി ചെയ്യുന്നവരാണ് ബെൻസിനോയിഡ് ഡെറിവേറ്റീവ്സ്. അതല്ലാത്ത ചില മോളിക്യൂൾസിന്റെ അവരും ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ദേ ആർ ഡെഫിനറ്റ്ലി സെറ്റ് ടു ബി ആരോമാറ്റിക് ഇൻ ബിഹേവിയർ, സോ ദാറ്റ് ആർ സെറ്റ് ടു ബി നോൺ ബെൻസിനോയിഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയും. നെക്സ്റ്റിലേക്ക് പോവാം. ബെൻസീൻ റെസനൻസ് കാണിക്കാൻ നിങ്ങൾക്ക് അറിയാം. ബെൻസിന്റെ റെസനേറ്റിംഗ് സ്ട്രക്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ബെൻസീനകത്ത് 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ബെൻസീന്റെ ഹൈബ്രിഡൈസേഷൻ ഇവിടെ എഴുതാം. sp2 ഹൈബ്രിഡൈസേഷൻ ആണ് ബെൻസിന്റെ ഹൈബ്രിഡൈസേഷൻ. ബെൻസീനകത്തുള്ള കാർബൺ ബോണ്ട് ലെങ്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് 139 പൈക്കോമീറ്റർ. ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ബെൻസീനകത്ത് കാർബൺ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 139 പൈക്കോമീറ്റർ ആണ്. ബെൻസിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട് ബെൻസീനകത്ത്. അറിയാലോ 3 ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പോ 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് ഇങ്ങനെ ഡീലോക്കലൈസേഷൻ വിധേയമാകും, റെസനൻസിന് വിധേയമാകും. അപ്പോൾ സിംഗിൾ സ്ട്രക്ചർ ഈസ് ഇനാഡിക്വേറ്റ് ടു റെപ്രസെന്റ് ബെൻസീൻ മോളിക്യൂൾ, സോ ദാറ്റ് വി ആർ യൂസിങ് എ നമ്പർ ഓഫ് സ്ട്രക്ചേഴ്സ് ഫോർ ദിസ് റെപ്രസെന്റേഷൻ. കെഗുലെ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഈ സ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്ത്. കെഗുലെ സ്ട്രക്ചേഴ്സ്, കെഗുലെ അല്ലെങ്കിൽ കെഗുലി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഈ സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്ത്. ഈ ബെൻസിന്റെ സ്ട്രക്ചർ ഒന്നും അറിയില്ലായിരുന്നു പണ്ട് കാലഘട്ടത്തിൽ. കെഗുലെ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ബെൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയെങ്കിലും വരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് സ്വപ്നം കണ്ടിട്ടാ കിടക്കുക, ഓർത്തിട്ടാ കിടക്കുക. ഒരു ദിവസം സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടു ഒരു പാമ്പ് അതിന്റെ തല കൊണ്ട് അതിന്റെ വാലറ്റത്ത് തന്നെ കടിക്കുന്നു. മനസ്സിലായോ? ഒരു പാമ്പ് അതിന്റെ തല കൊണ്ട് അതിന്റെ വാലറ്റത്ത് തന്നെ കടിക്കുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടാകും? ഒരു പാമ്പിന്റെ തല ഇതല്ലേ, എന്റെ വാലിതാണെങ്കിൽ അല്ലേ, ഒരു പാമ്പ് അതിന്റെ തല കൊണ്ട് അതിന്റെ വാലറ്റത്ത് തന്നെ കടിക്കുന്നു. സൈക്ലിക് ആയില്ലേ? അങ്ങനെ വരച്ച സ്ട്രക്ചറാണ്, അതിൽ നിന്ന് ഉണർന്ന് എഴുന്നേറ്റ് വരച്ച സ്ട്രക്ചറാണ് ഈ വരയ്ക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മളൊക്കെ ആണെങ്കിൽ അല്ലേ ആ സ്വപ്നം കണ്ട് പിന്നെയും കിടന്നുറങ്ങും, അല്ല എന്നിട്ട് വേണോ കണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ വിശേഷ ബുദ്ധിയുള്ള ആളുകൾക്കാണെങ്കിൽ അതിൽ നിന്ന് തന്നെ കൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. സർ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇതാണ് റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് പോവാം. ഓരോ സ്ട്രക്ചേഴ്സിനെ കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് എന്നൊക്കെ പറയും. ഒരു കോമ്പൗണ്ട് ആരോമാറ്റിക് ആകണം എന്നുണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ കണ്ടീഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഹക്കൽ റൂൾ ഓഫ് ആരോമാറ്റിസിറ്റി. എഴുതിക്കോളൂ, ഹക്കൽസ് റൂൾ ഓഫ് ആരോമാറ്റിസിറ്റി. എ കോമ്പൗണ്ട് ഈസ് സെറ്റ് ടു ബി ആരോമാറ്റിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഹക്കൽ റൂൾ. ഹക്കൽ റൂൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു കോമ്പൗണ്ടിനെ ആരോമാറ്റിക് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഹക്കൽ റൂൾ എന്നാണ് പറയട്ടെ ഈ കണ്ടീഷൻസിനെ. HUCKELS, ഹക്കൽസ് റൂൾ ഓഫ് aromaticity. Huckel's rule of aromaticity. That is, a compound should be planar in behavior. ഒരു പ്ലെയിൻ അകത്ത് തന്നെ, പ്ലെയിൻ മീൻസ് എന്താ ഇപ്പോ പറയുക, ഇതൊരു പ്ലെയിനാ ഈ കാണുന്നത്. ഈ ഒരു ഇത് നമുക്ക് 3 ഡയമെൻഷനിൽ ഇവിടെ കാണിക്കാൻ സ്കോപ്പ് ഇല്ല, അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ 2 പ്ലെയിൻസ് ഇപ്പൊ എങ്ങനെ കാണിക്കും. ഇവിടെ ഒരു ഇവിടെ ഈ ഒരു സ്കെയില്, ഇതിനകത്ത് തന്നെ ഇരിക്കുന്ന ആറ്റങ്ങൾ ഇതെല്ലാം ഒരു പ്ലെയിനിലാണെന്ന് പറയും. ഇത് അടുത്തൊരു പ്ലെയിൻ. ഇപ്പോൾ ചില മോളിക്യൂൾസിന്റെ ഒക്കെ റെപ്രസെന്റേഷൻ 3 ഡയമെൻഷൻ ആയിരുന്നു, നമുക്ക് കാണുമ്പോൾ മനസ്സിലാകത്തില്ല. 3 ഡയമെൻഷനിലായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഒരു ഒക്കർ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് തന്നെയായിരിക്കും എല്ലാ കാർബൺ ആറ്റം, അതിൽ തന്നെയായിരിക്കും എല്ലാ ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഇത് എല്ലാം തന്നെ പറയും സിംഗിൾ പ്ലെയിനിലാണെന്ന് പറയും.
ഇത് ഇതിന്റെ മുകളിലുള്ള ഒരു പ്ലെയിനാണ്. ഈ കാണുന്നത് ഇതിന്റെ മുകളിലുള്ള സ്കെയിലിന് മുകളിലുള്ള ഒരു പ്ലെയിനാണ്. ഇപ്പോൾ ചില മോളിക്യൂൾസിൽ ചില ആറ്റങ്ങൾ ഈ താഴെയുള്ള പ്ലെയിനിലും ബാക്കിയുള്ളത് മുകളിലുള്ള പ്ലെയിനിലും കാണും, അല്ലെങ്കിൽ താഴെ വേറൊരു പ്ലെയിനിൽ കാണാം. ഇങ്ങനെ അപ്പോൾ നമ്മൾ അതിനെ പറയും നോൺ പ്ലാനാർ മോളിക്യൂൾസ് എന്ന് പറയും. അപ്പോൾ നോൺ പ്ലാനാർ ആയുള്ള മോളിക്യൂൾസിന് നമുക്ക് തിരിച്ചു വരാം സാറ്. നോൺ പ്ലാനാർ ആയുള്ള മോളിക്യൂൾസിന് നമുക്ക് ആരോമാറ്റിക് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആരോമാറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ മോളിക്യൂൾ ഷുഡ് ബി പ്ലെയിനാർ ഇൻ ബിഹേവിയർ. അപ്പോൾ സാർ നമുക്കത് കണ്ടാൽ ഇങ്ങനെ തിരിച്ചറിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ സ്കോപ്പ് ഒന്നുമില്ല. നമുക്ക് എക്സാമിനൊക്കെ തരുന്ന എല്ലാം പ്ലെയിനാർ മോളിക്യൂൾസ് ആയിരിക്കും. അല്ലാത്ത മോളിക്യൂൾസ് നമുക്ക് വേറെ ചെക്ക് ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല കേട്ടോ. പിന്നെ കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് ആയിരിക്കണം, സൈക്ലിക് ആയിരിക്കണം മോളിക്യൂൾ. സൈക്ലിക് മോളിക്യൂൾസ് മാത്രമാണ് അരോമാറ്റിക് ആയിട്ട് വരിക. പിന്നെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ ആണ്, വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ ആണ് 4m+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. ജസ്റ്റ് ഒന്ന് മാറ്റിക്കോളൂ സാറേ, 4m+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഒരു മോളിക്യൂള് ആരോമാറ്റിക് ആകണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ബെൻസീൻ റിംഗ് 4m+2 പൈ ഇലക്ട്രോൺസിന് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് നോക്കിയേക്കാം. ബെൻസീൻ റിംഗ് വരച്ചു. ബെൻസീൻ റിങ്ങിനകത്ത് 3 ഡബിൾ ബോൺസ് ഉണ്ട്. അപ്പോൾ ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4x1+2 പൈ ഇലക്ട്രോൺസ് വേണം. 4x1 4+2 6 പൈ ഇലക്ട്രോൺസ് വേണം ഈ മോളിക്യൂളിനകത്ത്. ഇതൊരു ഡബിൾ ബോണ്ട് ആണ്, ഇതൊരു ഡബിൾ ബോണ്ട് ആണ്, ഇതൊരു ഡബിൾ ബോണ്ട്. അപ്പോൾ 3 ഡബിൾ ബോണ്ട്സ് ഉണ്ട്. ഒരു ബോണ്ട് ഫോം ചെയ്യും 2 ഇലക്ട്രോൺ. അപ്പോൾ 3x2 6 പൈ ഇലക്ട്രോൺസ് ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ബെൻസീൻ എന്ന് പറയുന്നത് ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ഇനി അതിന്റെ എന്താ പറയാ അടുത്ത മൾട്ടിപ്പിൾ ആയുള്ള നാഫ്തലിൻ എടുക്കാം. 1 2 3 4 5. ഇത് നാഫ്തലിൻ മോളിക്യൂൾ, നാഫ്തലിൻ. അപ്പൊ ഇതിനകത്ത് 2 റിംഗ് ഉണ്ട്. അപ്പോൾ 4x2+2 പൈ വേണം. 4x2 എന്ന് വെച്ചാൽ 8, 8+2 എന്ന് വെച്ചാൽ 10 പൈ ഇലക്ട്രോൺസ് വേണം. ഇതിനകത്ത് 10 പൈ ഇലക്ട്രോൺസ് എങ്ങനെയാ വരിക? 1 2 3 4 5 ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ 5 പൈ ബോണ്ട് ഉണ്ട്. ഒരു ബോണ്ട് ഫോം ചെയ്യാനായിട്ട് 2 ഇലക്ട്രോൺ. അപ്പോൾ 5x2 10 പൈ ഇലക്ട്രോൺസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ നാഫ്തലിൻ എന്ന് പറയുന്ന മോളിക്യൂളും എങ്ങനെയാണ്? നാഫ്തലിൻ എന്ന് പറയുന്ന മോളിക്യൂളും ആരോമാറ്റിക്കാ. ഇതിന്റെ അടുത്ത കോമ്പൗണ്ട് ആന്ത്രസീൻ എന്ന് പറയും. 3 റിങ് ആന്ത്രസീൻ. ഇതിന്റെ അടുത്ത റിങ് 3 എണ്ണം വരുന്നത് ആന്ത്രസീൻ. 1 2 3 4 5 6 7 ആന്ത്രസീൻ. ഇതാണ് ആന്ത്രസീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് 4x(n) പകരം 4x3 എടുക്കുക +2 പൈ ഇലക്ട്രോൺസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ 4x3 12+2, അതായത് 14 പൈ ഇലക്ട്രോൺസ് ഇവിടെ വേണം. നോക്കാം, 1 2 3 4 5 6 7 ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ 7x2 14 പൈ ഇലക്ട്രോൺസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. സോ ഈ മോളിക്യൂൾ നമുക്ക് പറയാം ആരോമാറ്റിക് ആയുള്ള കോമ്പൗണ്ട് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് സാറ്റിസ്ഫൈ മീൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനോ ചെക്ക് ചെയ്യാനോ പറ്റുന്ന ഒരു പോയിന്റ് ഇതാണ്. തന്നിരിക്കുന്ന കോമ്പൗണ്ടിനകത്ത് 4m+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് ആരോമാറ്റിക് ആണ്, ഇല്ലെങ്കിൽ അത് ആരോമാറ്റിക് അല്ല. ക്ലിയർ? ഓക്കെ, യെസ് സാർ. സ്ലൈഡിലേക്ക് തിരിച്ചു പോവാം. ഇനി ഈ ബെൻസീന്റെ കുറച്ച് റിയാക്ഷൻസ് ഉണ്ട്, ഇതിലേക്ക് പോവാം. നെക്സ്റ്റ് ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ടതാണ്. നെക്സ്റ്റ് പോട്ടെ. ബെൻസീൻ പ്രിപ്പറേഷൻ ഇത് നമ്മൾ കണ്ടതാണ്. പോട്ടെ നെക്സ്റ്റ്. ബെൻസീന്റെ വേറൊരു പ്രിപ്പറേഷൻ മെത്തേഡാണ്. ഫസ്റ്റ് നമ്മൾ കണ്ടതാണ്, അതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്തത്. അടുത്ത ബെൻസീന്റെ പ്രിപ്പറേഷൻ എടുക്കുള്ളൂ ഫ്രം ആരോമാറ്റിക് ആസിഡ്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ആരോമാറ്റിക് ആസിഡുകൾക്കകത്തു നിന്നുള്ള ആ CO ഗ്രൂപ്പിനെ ഡീകാർബോക്സിലേറ്റ് ചെയ്യാൻ പോവുകയാണ്, റിമൂവ് ചെയ്യാൻ പോവുകയാണ് ഇൻ പ്രസൻസ് NaOH ആൻഡ് CaO. നമ്മൾ ആൽക്കെയിൻസിൽ പഠിച്ചില്ലേ, അലിഫാറ്റിക് ആയിട്ടുള്ള ആസിഡുകളിൽ നിന്നോ ആസിഡ് സോൾട്ടുകളിൽ നിന്നോ നമുക്ക് സോഡ ലൈം യൂസ് ചെയ്തിട്ട് CO ഗ്രൂപ്പിനെ എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ദാറ്റ് ഈസ് ആരോമാറ്റിക് ആയുള്ള ആസിഡുകളുടെ സോൾട്ടോ എടുക്കുക. ഇത് എടുത്തിരിക്കുന്നത് സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് എടുത്തിരിക്കുന്നത്. ഈ കോമ്പൗണ്ടിന്റെ പേരാണ് സോഡിയം ബെൻസോയേറ്റ്. ഇവിടെ സോഡിയം ഉണ്ട്, ബെൻസോയിക് ആസിഡിന്റെ സോൾട്ട് ആണ്. അപ്പൊ ഇതിന്റെ പേരാണ് സോഡിയം ബെൻസോയേറ്റ്. സോഡിയം ബെൻസോയേറ്റ് എടുക്കുക. അതിന് NaOHുമായിട്ടും കാൽസ്യം ഓക്സൈഡുമായിട്ടും, NaOH കാൽസ്യം ഓക്സൈഡ് മിക്സ്ചറിനെയാണ് നമ്മൾ പറയുക സോഡ ലൈം എന്ന് പറയും. ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ബെൻസീനായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് ഡീകാർബോക്സിലേഷൻ ഓഫ് ആരോമാറ്റിക് ആസിഡ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതും ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. നെക്സ്റ്റ്,
ഫിനോൾ എന്ന് പറയുന്നത് ബെൻസീനിലേക്ക് OH ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിനോൾ എന്ന് പറയുക. അതിനെ സിങ്ക് ഡസ്റ്റുമായിട്ട് വർക്കൗട്ട് ചെയ്യുക. സിങ്ക് ഡസ്റ്റ് വേണം യൂസ് ചെയ്യാനായിട്ട്. സിങ്ക് ഡസ്റ്റുമായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് OH ഗ്രൂപ്പിലത്തെ ഓക്സിജൻ ആറ്റം അവിടെ നിന്ന് റിമൂവ് ചെയ്യും. ഹൈഡ്രജൻ ആ ബെൻസീൻ റിങ്ങിലേക്ക് തിരിച്ച് ജോയിൻ ചെയ്യും. സോ അത് ബെൻസീനായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ 3 മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ് ബെൻസീനിലേക്ക് ഉള്ളത്. ഇനി ബെൻസീൻ്റെ കുറച്ച് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. നെക്സ്റ്റ് ഫുൾ ഇട്ടോളൂ. ഓക്കെ, ഇത്രയും കെമിക്കൽ റിയാക്ഷൻസ് ആണ് ബെൻസീൻ കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ബെൻസീൻ നമ്മൾ ഹാലജനേഷൻ ചെയ്യാണ്. ബെൻസീൻ എടുത്തിട്ട് ഹാലജനുമായിട്ട് വർക്കൗട്ട് ചെയ്യാണ്. ഹാലജൻ ഏത് വേണമെങ്കിലും ആകാം, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അതിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ക്ലോറോ ബെൻസീൻ കിട്ടും. ബെൻസീന് നൈട്രേഷൻ ചെയ്യാണ്. നൈട്രേറ്റ് മിക്സ്ഡ് വെച്ചിട്ട് നൈട്രേഷൻ ചെയ്യാണ്. HNO3 HNO3 + H2SO4 വെച്ച് നൈട്രേഷൻ ചെയ്യണം. അപ്പം നമുക്ക് നൈട്രോ ബെൻസീൻ കിട്ടും. ഇനി HNO3 ഒഴിവാക്കിയിട്ട് H2SO4 മാത്രം എടുക്കുക. അത് നമ്മൾ സൾഫോണേഷൻ എന്ന് പറയാം. പേര് താഴെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, സൾഫോണേഷൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടും. SO3H ഗ്രൂപ്പ് അവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും. ആ ഒരു റിയാക്ഷൻ നമ്മൾ സൾഫോണേഷൻ എന്ന് പറയും. പിന്നെ ഉള്ളത് അൺഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിൽ CH3Cl വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യും. ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ എന്ന് പറയും. ഇവിടെ നമ്മൾ CH3Cl ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. CH3 ഗ്രൂപ്പ് ആണ് യൂസ് ചെയ്യുന്നതിൽ ആ റിയാക്ഷനെ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ എന്ന് പറയും. അൺഹൈഡ്രസ് AlCl3 ആണ് അവിടുത്തെ ലിസ്റ്റ് ആയിട്ട് വരിക. ഇത് CH3 ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ടൊളുവിൻ കിട്ടും. ഇവിടുത്തെ ഈ റിയാക്ഷൻസ് ഒക്കെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷനിൽ CH3+ ആണ് നമ്മുടെ ഇലക്ട്രോഫൈൽ ആയിട്ട് വർക്കൗട്ട് ചെയ്ത്. ഏതോ എൻട്രൻസിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ വിച്ച് ഗ്രൂപ്പ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഇലക്ട്രോഫൈൽ? ദാറ്റ് ഈസ് CH3 ഗ്രൂപ്പ് ആണ് ഇലക്ട്രോഫൈൽ ആയിട്ട് യൂസ് ചെയ്യുക. കാരണം CH3 ഗ്രൂപ്പ് ആണല്ലോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അടുത്ത റിയാക്ഷൻ CH3Cl യൂസ് ചെയ്തതിന് പകരം CH3COCl യൂസ് ചെയ്തു. ഈ CH3COCl പേരാണ് അസൈൽ ക്ലോറൈഡ് അഥവാ അസറ്റൈൽ ക്ലോറൈഡ് എന്ന് പറയും. അപ്പൊ റിയാക്ഷന്റെ പേരിൽ ചെറിയൊരു മാറ്റം വന്നു. നേരത്തെ മുകളിൽ നമ്മൾ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ എന്നാണ് പറയുന്നത്, കാരണം ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് യൂസ് ചെയ്ത്. ഇവിടെ താഴെ ആയപ്പോൾ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ എന്നാണ് പറയുക, കാരണം അവിടെ അസൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ അസറ്റൈൽ ഗ്രൂപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്, ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസറ്റൈലേഷൻ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ CH3Cl യൂസ് ചെയ്തപ്പോൾ നമുക്ക് CH3 ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടി. CH3COCl യൂസ് ചെയ്തപ്പോൾ COCH3 ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടി. കിട്ടുന്ന കോമ്പൗണ്ടിന്റെ പേര് നോട്ട് ചെയ്യണം. അസറ്റോഫിനോൺ എന്നാണ് ആ കോമ്പൗണ്ടിന്റെ പേര്, അസറ്റോഫിനോൺ. ആ CH3CO എന്ന് പറയുന്ന ഗ്രൂപ്പിനെയാണ് അസറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുക, അല്ലെങ്കിൽ അസറ്റൈൽ ഗ്രൂപ്പ് എന്ന് പറയുക. അത് ബെൻസീനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ദ റിയാക്ഷൻ ഈസ് സെറ്റ് ടു ബി ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ ആൻഡ് ദ പ്രൊഡക്റ്റ് ഈസ് സെറ്റ് ടു ബി that is acetophenone എന്ന് പറയും. Okay, then next reaction, benzene is reacted with 6 molecules of chlorine in presence anhydrous AlCl3 under dark and cold condition. നമുക്ക് ബെൻസീനെ ക്ലോറിനുമായിട്ട് 2 കണ്ടീഷനിൽ വർക്കൗട്ട് ചെയ്യും. ഒന്ന് ഡാർക്ക് കണ്ടീഷനിലും കോൾഡ് കണ്ടീഷനിലും വർക്കൗട്ട് ചെയ്യാം, 2 ഹോട്ട് കണ്ടീഷനിലും വിഗ്രസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. ഈ റിയാക്ഷനിൽ നമ്മൾ ഫസ്റ്റത്തിൽ 6 മോളിക്യൂൾസ് ഓഫ് ക്ലോറിനെ യൂസ് ചെയ്യുന്നത്. സോ അവിടെ കിട്ടുന്ന കോമ്പൗണ്ട് ഹെക്സാക്ലോറോ ബെൻസീന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെൻസീന്റെ അകത്തുള്ള ഡബിൾ ബോണ്ടിന് ഒന്നും ഒരു മാറ്റമില്ല. ഹൈഡ്രജനെ കളഞ്ഞിട്ട് ആ ബാക്കിയുള്ള വാലൻസിയിലേക്ക് ക്ലോറിൻ ആറ്റം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ പറയുക ഹെക്സാക്ലോറോ ബെൻസീൻ. ഇതൊരു ദാറ്റ് ഈസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്നാൽ ലാസ്റ്റത്തെ റിയാക്ഷൻ നോക്കി നിങ്ങൾ, ലാസ്റ്റത്തെ റിയാക്ഷൻ നമ്മൾ 3 ക്ലോറിൻ ആറ്റം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ അണ്ടർ 500 കെൽവിൻ. കണ്ടോ, ഫസ്റ്റത്തെ ക്ലോറിന്റെ റിയാക്ഷൻ നമ്മൾ കോൾഡ് കണ്ടീഷനിലാണ് ചെയ്തത്, ഡാർക്ക് കണ്ടീഷനിലും കോൾഡ് കണ്ടീഷനിലും. ലാസ്റ്റത്തെ റിയാക്ഷൻ നമ്മൾ ചെയ്യുന്നത് 500 കെൽവിൻ, അതായത് ഹോട്ട് കണ്ടീഷനിലാണ് ചെയ്യുക. അവിടെ ഡാർക്ക് കണ്ടീഷനിലാണ് ചെയ്തത്, ഇവിടെ UVന്റെ പ്രസൻസിലാണ് ചെയ്യുക, അൾട്രാവയലറ്റ് റേസിന്റെ, ദാറ്റ് ഈസ് ഒരു ലൈറ്റ് സോഴ്സിന്റെ പ്രസൻസിലാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ആബ്സെൻസ് ഓഫ് ലൈറ്റ് സോഴ്സാണ് ചെയ്യുക. അപ്പോ പ്രൊഡക്റ്റിൽ വന്ന വ്യത്യാസം കണ്ടോ? ഒന്നാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു, ഇവിടെ ആയപ്പോൾ അത് അഡീഷൻ റിയാക്ഷൻ ആയി. ഡബിൾ ബോണ്ട് ഒന്നുമില്ല ഇനി ബെൻസീൻ. അതിന് ബെൻസീനെ പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബെൻസീൻ റിംഗ് അല്ല അതിന് ശരിക്കും പറഞ്ഞാൽ സൈക്ലോഹെക്സൈൻ റിംഗ് ആയിട്ട് മാറി. പക്ഷെ കോമ്പൗണ്ട് പേര് ബെൻസീൻ ഹെക്സാക്ലോറൈഡ് എന്നാണ് പറയുക കേട്ടോ. അപ്പൊ ആ ഒരു ഡിഫറൻസസ് ശ്രദ്ധിക്കുക. 6 മോളിക്യൂൾസ് ക്ലോറിൻ ബെൻസീനുമായിട്ട് ഡാർക്ക് ആൻഡ് കോൾഡ് കണ്ടീഷനിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഹെക്സാക്ലോറോ ബെൻസീനും, 3 മോളിക്യൂൾസ് ക്ലോറിൻ 500 കെൽവിനിലെ UV റേഡിയേഷന്റെ പ്രസൻസിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ബെൻസീൻ ഹെക്സാക്ലോറൈഡും കിട്ടും. ബെൻസീൻ ഹെക്സാക്ലോറൈഡിന് 2-3 പേരുകളുണ്ട്. ബെൻസീൻ ഹെക്സാക്ലോറൈഡ് ലാസ്റ്റ് പ്രൊഡക്റ്റ് ബെൻസീൻ ഹെക്സാക്ലോറൈഡ്.
ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് BHC എന്ന് പറയും. അല്ലെങ്കിൽ ഒരു പേരും കൂടി ഉണ്ട്, ഇതിനെ ഗമാക്സൈൻ എന്ന് പറയും. ഈ കോമ്പൗണ്ടിനെ BHC തന്നെ വേറെ പേരുകളാണ് കേട്ടോ, ഗമാക്സൈൻ. പിന്നെ 6 എന്നും കൂടി പറയും. 6 മലയാളത്തിൽ നമ്മൾ പറയും ഈ കോമ്പൗണ്ടിനെ, ചുരുക്കത്തിൽ നമ്മൾ പറയും ഉറുമ്പ് പൊടി, ചിതൽ പൊടി, ചാഴിപ്പൊടി എന്നൊക്കെ പറയും. ഓക്കെ, ആ കോമ്പൗണ്ട് ഉറുമ്പൊക്കെ വരുന്നിടത്ത് പൊടിയിട്ട് കൊടുക്കാറില്ലേ വീട്ടിലൊക്കെ, ചെതലൊക്കെ വരുന്നിടത്ത് പൊടിയിട്ട് കൊടുക്കാറില്ലേ, അതിന്റെ കെമിക്കൽ കണ്ടന്റ് ആണ് ഈ ലാസ്റ്റ് കോമ്പൗണ്ട് ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. അപ്പൊ ഒരു ഇത്തിരി പോയിസണസ് എഫക്ട് ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഉറുമ്പും ചാഴിയൊക്കെ പോകാൻ വേണ്ടി, ചെതലൊക്കെ പോകാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത്. ക്ലോറിന്റെ പ്രസൻസ് ആണ് ഈ കോമ്പൗണ്ടിന് പോയിസണസ് എഫക്ട് കൊടുക്കുന്നത്. 6 chlorine atoms get substituted there, 6 chlorine atoms get added there. ക്ലോറിൻ ഓൾറെഡി ഒരു പോയിസണസ് എഫക്ട് ഉള്ളത്. അപ്പൊ 6 നമ്പർ ഓഫ് ക്ലോറിൻ ആറ്റംസ് ബെൻസീൻ റിംഗിലേക്ക് വരുമ്പോൾ that will be converted into more poisonous in behavior. So this compound is said to be poisonous in nature or poisonous compound എന്ന് പറയും. അതിന്റെ ഇടയിൽ ഒരു ലൈൻ ഉണ്ട്, അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വെച്ചിട്ടാണ്. ബെൻസീൻ എടുത്തിട്ട് നമ്മൾ ഹൈഡ്രജനേഷൻ ചെയ്യാണ്, ഹൈഡ്രജനുമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാണ് നിക്കലിന്റെ പ്രസൻസിൽ. അപ്പോഴും നമുക്ക് അഡീഷൻ നടക്കും. അപ്പോൾ കിട്ടുന്നത് സൈക്ലോഹെക്സൈൻ മോളിക്യൂൾ മാത്രമായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ബെൻസീന്റെ റിയാക്ഷൻസ് ഉള്ളത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത്രയാണ് നമ്മുടെ തിയറി ഉള്ളത് കേട്ടോ. ഹൈഡ്രോ കാർബൺസിന്റെ തിയറി ഇത്രയേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോളൂ, എന്നിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1 കിട്ടിയ മെറ്റീരിയൽ കിട്ടിയ എല്ലാവർക്കും കിട്ടിയെന്ന് തമ്പിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മെറ്റീരിയലും പി ബ്ലോക്ക് എന്നാണ് കിടക്കുന്നത് ആണ്. അത് വെട്ടിയിട്ട് ഹൈഡ്രോ കാർബൺ എന്ന് എഴുതും മുകളിൽ കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. റിയാക്ടിവിറ്റി ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് അറ്റാച്ച്ഡ് ടു ഡിഫറെന്റ് കാർബൺ ആറ്റംസ് ഇൻ ആൽക്കെയിൻസ്. ആൽക്കെയിൻസിനകത്ത് ആൽക്കെയിൻസിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റംസ് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെറിഷറി ഉണ്ട്. അതിന്റെ റിയാക്ടിവിറ്റി ഏത് ഓർഡറിലാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഈസ് ടെറിഷറി ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. ദെൻ കംസ് സെക്കൻഡറി ഹൈഡ്രജൻ, ദെൻ കംസ് പ്രൈമറി ഹൈഡ്രജൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. 2,3-dimethyl 2-butene can be prepared by heating which of the following compounds with a strong acid. നമുക്കൊരു കോമ്പൗണ്ട് പ്രിപ്പറേഷൻ ചെയ്യണം. കോമ്പൗണ്ടിന്റെ പേര് ഏതാ തന്നിരിക്കുന്നത്? 2,3-dimethyl 2-butene. 2,3-dimethyl 2-butene. ഞാനൊന്ന് എഴുതട്ടെ, എന്നിട്ട് ഞാൻ സ്ലൈഡ് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, 2,3-dimethyl 2-butene. ബ്യൂട്ടാണ് 1 2 3 4 2 3 ഡൈമീഥൈലായി. പിന്നെ 2-butene ഡബിൾ ബോണ്ട് ഇവിടെ വേണം. CH3 2,3-dimethyl 2-butene. ഓക്കെ, ഈ കോമ്പൗണ്ട് നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏത് കോമ്പൗണ്ടാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഒന്നാമത്തത് CH3 ട്വൈസ് CH3 ഡബിൾ ബോണ്ട് CH2. രണ്ടാമത്തെ CH3 ത്രൈസ് CH ഡബിൾ ബോണ്ട് CH2. ഒന്നാമത്തെ മോളിക്യൂൾ ഇതാണ്. CH3 ട്വൈസ് CH3 ഡബിൾ ബോണ്ട് CH2. രണ്ടാമത്തെ ഓപ്ഷൻ CH3 ത്രൈസ് CH ഡബിൾ ബോണ്ട് CH2. CH3 ത്രൈസ് CH ഡബിൾ ബോണ്ട് CH2. മൂന്നാമത്തത് CH3 ട്വൈസ് ഡബിൾ ബോണ്ട് CH CH2 CH3.
നാലാമത്തത് CH3 ട്വൈസ് CH2 CH ഡബിൾ ബോണ്ട് CH. സാർ ക്വസ്റ്റ്യൻ സ്ലൈഡ് മാറ്റിക്കോളൂ. ഓക്കെ, അപ്പോൾ ഇതാ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടേണ്ട മോളിക്യൂൾ ഇതാണ് നമുക്ക് വേണ്ട പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റ് കിട്ടണം. ഈ പ്രൊഡക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ 4 മോളിക്യൂൾസിൽ ABCD ഇങ്ങനെ തന്നെയാണ് നമ്പർ എന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം കേട്ടോ. ഈ 4 മോളിക്യൂൾസിൽ ഏത് യൂസ് ചെയ്തിട്ടാണ്, ഹീറ്റ് ചെയ്തിട്ടാണ്, ഒരു സ്ട്രോങ് ആസിഡ് വെച്ചിട്ട് ഈ 4 എണ്ണത്തിൽ ഏത് ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇറുക്കിയായിട്ട് പ്രൊഡക്റ്റ് കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ മോളിക്യൂള് നമുക്ക് നോക്കാം. CH3 ട്വൈസ് CH3 CH ഡബിൾ ബോണ്ട് CH2. നോക്കട്ടെ, ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് CH3 ട്വൈസ് ആണ്. അപ്പോൾ CH3 CH, ഈ ട്വൈസിൽ ഞാൻ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു CH3 ഇവിടെ കൊടുക്കട്ടെ. CH ഇവിടെ ഒരു CH3 ഉണ്ട്, CH ഡബിൾ ബോണ്ട് CH2. ഇവിടെ നമുക്ക് മെയിൻ ചെയിനിൽ 1 2 3 4 കാർബൺ ആറ്റമേ ഉള്ളൂ. പക്ഷെ ഫസ്റ്റ് കോമ്പൗണ്ട് മെയിൻ ചെയിനിൽ 1 2 3 4 5 കാർബൺ ആറ്റംസ് ഉണ്ട്. ദിസ് ഈസ് നോട്ട് പോസിബിൾ. 5 കാർബൺ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ദ മെയിൻ ചെയിൻ. ഓക്കെ, 4 കാർബൺ ആറ്റമേ ഉള്ളൂ പ്രൊഡക്റ്റിന്റെ മെയിൻ ചെയിനിൽ. സോ ഡെഫിനറ്റ്ലി ദ മെയിൻ ചെയിൻ ഓഫ് ദ ഇനീഷ്യൽ കോമ്പൗണ്ട് ഷുഡ് കണ്ടെയ്ൻ 4 കാർബൺ ആറ്റംസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ എ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. വാട്ട് അബൌട്ട് ഓപ്ഷൻ ബി? ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബിയിൽ എന്താ കിടക്കുന്നത്? CH3 ത്രൈസ് CH ഡബിൾ ബോണ്ട് CH2. അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിക്കോളൂ കേട്ടോ. CH ത്രൈസ് നെ എക്സ്പാൻഡ് ചെയ്തോളൂ. ഫസ്റ്റത്തെ കാർബൺ ആറ്റത്തിൽ 2 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തോളൂ, അപ്പോൾ അത് കറക്റ്റ് ആവും. CH3 ത്രൈസ് എന്നാണ്. സോ CH3 ത്രൈസ്, ഇതിലേക്ക് ഒരു CH3 കൊടുത്തു, ടോപ്പിലേക്കും ഒരു CH3 കൊടുത്തു. അപ്പൊ CH3 ത്രൈസ് ആയി. CH ഡബിൾ ബോണ്ട് CH2. ഫസ്റ്റ് കണ്ടീഷനോടെ സാറ്റിസ്ഫൈഡ് ആണ്. മെയിൻ ചെയിനിൽ 1 2 3 4 കാർബൺ ആറ്റംസ് ഉണ്ട്, ഇവിടെയും 4 കാർബൺ ആറ്റംസ് ഉണ്ട്. ഇനി എന്താണ് ഈ കോമ്പൗണ്ടിനെ പ്രൊഡക്റ്റിലേക്ക് എത്തിക്കാൻ? സാറേ ഇവിടെ 2 3 പൊസിഷനിലല്ലേ CH3, ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ മാത്രമല്ലേ CH3? അങ്ങനെ ഒരു ചോദ്യം മനസ്സിലുണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, ഈ കാർബൺ എന്ന് പറയുന്നത് ടെർഷ്യറി കാർബൺ. ടെർഷ്യറി കാർബൺ എന്ന് പറയുന്നത് 3 ബൾക്കി ഗ്രൂപ്പിനെ, ഇതെല്ലാം +2ന്റെ കുറച്ച് കൺസെപ്റ്റുകൾ കയറി വരുന്നതാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ 3 ബൾക്കി ഗ്രൂപ്പുകൾ ഉണ്ട് ഈ കാർബൺ ആറ്റത്തിന് ചുറ്റും. ഈ ഞാൻ വേറെ ലിങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഈ ഗ്രീനിങ്കിൽ മാർക്ക് ചെയ്തിരിക്കുന്ന കാർബണിന് ചുറ്റും 3 ബൾക്കി CH3 ഗ്രൂപ്പുകളുണ്ട്. സോ ദിസ് കാർബൺ ട്രൈസ് ടു ഡിക്രീസ് ദ സ്റ്റെറിക് ഹിൻഡ്രൻസ്, അല്ലെങ്കിൽ ആ ഒരു കാർബൺ അതിന്റെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒക്കെ ഗ്രൂപ്പിനെ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ ഒരു സെൻട്രൽ കാർബൺ നമ്മൾ തലയില് വളരെ അധികം വെയിറ്റ് ഇട്ട് നിൽക്കുന്ന, ആളികാരത്തിന്റെ ഒക്കെ കുട്ടയൊക്കെ എടുത്തിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെയിറ്റ് ഒക്കെ എടുത്തിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്, എന്തെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എങ്ങനെയെങ്കിലും ആ വെയിറ്റിനെ ഇറക്കി വെക്കാനല്ലേ നോക്കുക, റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് വരാനല്ലേ നോക്കുക. അതുപോലെ തന്നെയാണ് ഈ സെൻട്രൽ കാർബണിന്റെ അവസ്ഥ. ദിസ് സെൻട്രൽ കാർബൺ, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന കാർബൺ കണ്ടെയ്ൻസ് 3 CH3 ഗ്രൂപ്പ്സ്. ഇത് നോക്കണ്ട, ഇത് വേറെ ഉണ്ട്, അത് വേറെ കേസ്. ഈ 3 എണ്ണം ബൾക്കി ഗ്രൂപ്പുകൾ ഒരുപോലത്തെ ഉണ്ട്. സോ ദിസ് കാർബൺ ട്രൈ ടു എലിമിനേറ്റ് വൺ ഓഫ് ദ CH3 ഗ്രൂപ്പ് ഫ്രം ഇറ്റ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കുകയാണ്. ഇവിടെയുള്ള ഈ ഒരു CH3നെ അവിടെ നിന്ന് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ കണ്ടോ, ഓൾമോസ്റ്റ് ഈ സ്ട്രക്ചറിലേക്ക് എടുത്തു വന്നല്ലോ. വെറുതെ ഷിഫ്റ്റിംഗ് നടക്കില്ല. ഇവിടേക്ക് ഒരു ഷിഫ്റ്റിംഗ് ഇങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും? ഈ ഡബിൾ ബോണ്ട് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യും. ഡബിൾ ബോണ്ട് ഈ പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത്, ഇവിടെ ഉണ്ടായിരുന്ന CH3 ഗ്രൂപ്പ് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി ഇത് നോക്കൂ, ഇപ്പൊ എന്തായി? CH3 ഉണ്ട്, CH3 ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ H ഉണ്ടായിരുന്നത് ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഇത് CH3 ആയിട്ട് മാറി. ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരുന്നു, അത് ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഒരു മെക്കാനിസം ഇവിടെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങളുടെ +1 സിലബസിലും +2 സിലബസിലൊന്നും പഠിക്കാനില്ല. 1 to ഹൈഡ്രജൻ ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് പണ്ട് കാലത്തെ +1 +2 ടെക്സ്റ്റ് ബുക്കുകളിലും ഇപ്പോൾ അതെടുത്തിട്ട് BSc ടെക്സ്റ്റ് ബുക്കുകൾ, BSc കെമിസ്ട്രിയുടെ ബുക്കിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനത്തെ ചില
വിദ്യകൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതിനൊരു 1-2 ഹൈഡ്രജൻ ഷിഫ്റ്റ് എന്നൊക്കെ പറയും. പേരൊന്നും പഠിക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഒരു മെക്കാനിസം ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ബൾക്കി ഗ്രൂപ്പുകളുടെ പ്രസൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാർബൺ ആറ്റത്തിന്റെ സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള റിലാക്സിങ് ടെൻഡൻസി ആണ്, റിലാക്സിങ് മെത്തേഡ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ നമുക്ക് എടുക്കാൻ. വേറെ ഓപ്ഷൻസിൽ ഒന്നും കണ്ടോ? CH3 ത്രൈസ് ഇല്ല, ഒരു കാർബൺ ആറ്റത്തിന് ചുറ്റും ഒരു ഓപ്ഷനിലും ഇതിലില്ല, ഇതിൽ 2 എണ്ണേ ഉള്ളൂ, ഇതിലും 2 എണ്ണേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ ആ ഒരു സ്റ്റെറിക് എഫക്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ സെക്കൻഡ് മോളിക്യൂളാണ്. സോ ആ മോളിക്യൂളിൽ നിന്നാണ് CH3 ഗ്രൂപ്പ് അടുത്ത കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതൽ. സോ ഓപ്ഷൻ ബി ആണോന്ന് എനിക്കറിയില്ല, ബി ആണെന്ന് തോന്നുന്നു. എന്തായാലും ഈ മോളിക്യൂൾ വരുന്ന ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരിക. ആർ യു ക്ലിയർ? ഓക്കെ, ഉറങ്ങല് തലയ്ക്കും താടിക്കും കൈയും കൊടുത്തിരുന്ന വലുതായ രാധിയിൽ കരിങ്കല്ല് പോലവേ ആയിത്തീരുന്നാണ് പറയാ. താടിക്കും തലയ്ക്കൊന്നും കൈ കൊടുത്തിരിക്കില്ല, പെട്ടെന്ന് ഉറക്കം വരും കേട്ടാ. കൈയൊക്കെ താഴേക്ക് വെച്ചിട്ട് സമാധാനത്തിൽ ഇരിക്കും. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോകാൻ സാർ. തിരിച്ച് ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയോടെ. അത് തന്നെ അല്ലേ, ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബിയിൽ CH3 ത്രൈസ്. യെസ്, ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ കേട്ടോ, ഓപ്ഷൻ ബി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 3, യെസ്, ഒരു മോളിക്യൂൾ തന്നിട്ടുണ്ട്. പക്ഷെ മോളിക്യൂൾ തന്നിരിക്കുന്നത് റിയാക്ഷൻ ഓഫ് CH2 CH ഡബിൾ ബോണ്ട് CH3 എന്നാണ് തന്നിരിക്കുന്നത്. അതല്ല, അവിടെ ബെൻസീൻ റിംഗ് ഉണ്ട് മോളിക്യൂളിൽ. കാരണം പ്രൊഡക്റ്റ് ഒക്കെ നോക്കൂ, പ്രൊഡക്റ്റിൽ എല്ലാത്തിലും ബെൻസീൻ റിംഗോ C6H5 ഗ്രൂപ്പോ ഉണ്ട്. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക്. തേർഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആക്കണം. ക്വസ്റ്റ്യൻ വലിയ മിസ്റ്റേക്ക് ഒന്നുമില്ല, ചെറിയൊരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. തേർഡ് ക്വസ്റ്റ്യന്റെ ആ CH2 തുടങ്ങണേക്കാൾ മുൻപ് ഒരു ബെൻസീൻ റിംഗ് എഴുതി ചേർക്കണം. അപ്പോഴാണ് ആ മോളിക്യൂൾ കറക്റ്റ് ആകും. അപ്പോ എക്സാക്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെയാകും. ഞാൻ എഴുതാം, കാണിച്ചു തരാം. എക്സാക്ട് ക്വസ്റ്റ്യൻ വരെ ഇങ്ങനെയാണ്. ബെൻസീനിലേക്ക് CH2 CH ഡബിൾ ബോണ്ട് CH, സാറേ ഒരു മിനിറ്റ്, CH ഡബിൾ ബോണ്ട് CH3 പ്ലസ് HBr. ഓക്കെ ഫൈൻ, മാറ്റിക്കോളൂ സാർ. അപ്പൊ ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വരേണ്ടത് കേട്ടോ. അവിടെ ക്വസ്റ്റ്യനിൽ ബെൻസീൻ റിംഗ് ഇല്ല, പക്ഷെ ഓപ്ഷൻസിൽ എല്ലാത്തിലും ബെൻസീനോ അല്ലെങ്കിൽ C6H5 എന്നോ ഉണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ ബെൻസീനെ ചേർത്തത് കേട്ടോ. ഇത് മാർക്കോണിക്കോസ് അഡീഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ അൺസിമെട്രിക്കൽ കാർബൺ ഒന്നും നോക്കാനില്ല, രണ്ട് ഭാഗത്തും ഉള്ള ഹൈഡ്രജന്റെ എണ്ണം തുല്യമാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിങ്ങനെ വരാം, CH2 CHBr, രണ്ട് ഭാഗത്ത് ഹൈഡ്രജന്റെ എണ്ണം തുല്യമാണ്. അപ്പോൾ ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഒന്നും എടുക്കാനില്ല. CH2 CH3 ഇത് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. ബെൻസീൻ എടുക്കുക, CH2 CHBr CH3. സാർ ഓപ്ഷനിലേക്ക് തിരിച്ചു പോവാം. ഇങ്ങനെ ഏത് വേണമെങ്കിലും കറക്റ്റ് ആണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഓപ്ഷൻ എ ഉള്ളത് C6H5 CH2 CH2 ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ സി. എനിക്ക് വിസിബിൾ ആവുന്നില്ല സാർ. വേറെ എന്തെങ്കിലും കുറച്ച് യെസ്, ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡിയിലുണ്ട് അല്ലേ. C6H5 ഉണ്ട്, CHBr ഉണ്ട്, CH2 ഉണ്ട്, CH3 ഉണ്ട്. ഓപ്ഷൻ ഡിയിൽ കിടക്കുന്നത് ഈ മോളിക്യൂൾ ആണ് കേട്ടോ, ഓപ്ഷൻ ഡിയിലുള്ളത്. പിന്നെ ഓപ്ഷൻ ബി എ എന്ന് പറയുന്നത് C6H5 ഉണ്ട്, CH2 ഉണ്ട്. അല്ല, ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡിയിലുണ്ട് C6H5 CHBr CH2 CH3. ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 കാണാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. യെസ്, നമ്മളിപ്പോൾ പറഞ്ഞ കൺസെപ്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ആ ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത CH3 ഗ്രൂപ്പിന്റെ ഷിഫ്റ്റിംഗ് നടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇപ്പൊ എഴുതി നോക്കിക്കോളൂ. കണ്ട് അവിടെയും ആ ഒരു കാർബൺ ആറ്റത്തിന് ചുറ്റും 3 CH3 ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഒന്നിച്ചെഴുതി, ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോ എങ്ങനെയാണ് വരണേന്ന് നോക്കാം. ഹൈഡ്രോളിസിസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഡബിൾ ബോണ്ട് മോളിക്യൂളിന്റെ ഹൈഡ്രോളിസിസ് ആണ്. ഡബിൾ ബോണ്ടഡ് മോളിക്യൂൾസിനെ ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ ആൽക്കഹോൾ ആയിട്ട് മാറും. മക്കളെ, നിങ്ങൾ ഇത് അറിയാനുള്ള ഒരു സമയം ആകുന്നുള്ളൂ. ഇത് കുറച്ചൊക്കെ +2 ഒരു കൺസെപ്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പോ മുഴുവൻ കൺസെപ്റ്റ് ഇവിടെ നിന്ന് കിട്ടണം എന്നില്ല. അതുകൊണ്ട് ഹൈഡ്രോ കാർബൺ ടഫ് ആണെന്നോ ചെയ്യാൻ പറ്റില്ല എന്നോ ബുദ്ധിമുട്ടാണെന്നൊന്നും ചിന്തിക്കരുത്. +2 തിയറിയും കൂടി കഴിയുമ്പോൾ നിങ്ങൾ പുഷ്പം പോലെ ഇതൊക്കെ ആൻസർ ചെയ്യും. നിങ്ങൾക്ക് ഇതൊന്നും ഒന്നും അല്ലാത്തൊരു സംഭവമായിട്ട് തീരും.
ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പറയുന്നില്ല, അതുപോലെ തന്നെ ആ ഒരു ലെവലിലേക്കൊക്കെ എത്തും നിങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന മോളിക്യൂൾ ഇതാണ് CH3. സാറേ അപ്പൊ ഇത് അവിടെ ചെയ്താൽ പോരെന്ന് മനസ്സിൽ ചോദിക്കുന്നവരുണ്ടാവും, പ്ലസ് ടു കഴിഞ്ഞാൽ ചെയ്താൽ പോരെന്ന്. നടക്കുവോ കാര്യം? ഇല്ല, പഠിച്ചു പഠിച്ചിട്ടാണല്ലോ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ ഓരോന്ന് പഠിച്ചിട്ട് പോവാ കേട്ടോ. CH3 CH ഡബിൾ ബോണ്ട് CH2 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന മോളിക്യൂള്. ദിസ് മോളിക്യൂൾ അണ്ടർഗോ H2O അഡീഷൻ ഇൻ പ്രസൻസ് H+. ഓക്കെ, H2O ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കോട്ടെ. H2O എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യുക? H2O ഈസ് സ്പ്ലിറ്റ്സ് ഇൻ ടു H+ ആൻഡ് OH മൈനസ്. H+ ആൻഡ് OH മൈനസ്. അപ്പൊ ഇവിടെ ഒരു നെഗറ്റീവ് പാർട്ട് ഉണ്ട്, OH മൈനസ് എന്ന് പറയുന്നത്. ഇവിടെയാണ് അഡീഷൻ നടക്കുക. സോ നിങ്ങൾക്കറിയാം, നെഗറ്റീവ് പാർട്ട് ഓഫ് അഡെൻഡം വിൽ ആഡ് ടു കാർബൺ കണ്ടെയ്ൻ ലെസൺ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. CH ഡബിൾ ബോണ്ട് CH2 ലെസൺ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് CH-ന്റെ അവിടെയാണ്. അപ്പോ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് വരിക: CH3 ഫസ്റ്റ് ഇനീഷ്യൽ മോളിക്യൂൾ കേട്ടോ, CH എൻ പ്രൊഡക്റ്റ് അല്ലാട്ടോ പറയുന്നത്, CH2H മീൻസ് CH3 നമ്മൾ എഴുതാം. ഇവിടെ നോക്കുക, ഇവിടെ CH ഡബിൾ ബോണ്ട് CH2 എന്നാണ് വന്നിരിക്കുന്നത്. സോ H2 അകത്തുള്ള OH മൈനസ് വിൽ ബി അറ്റാച്ച്ഡ് വിത്ത് കാർബൺ കണ്ടെയ്നിങ് ലെസൺ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ OH ഗ്രൂപ്പ് ഇവിടെ വരാനുള്ള ടെൻഡൻസി ആണ് കാണിക്കുക. അത് ക്ലിയർ ആയോ? ഇത് കിട്ടിയിട്ട് വേണം അടുത്തിലേക്ക് പോവാൻ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ കാർബൺ നോക്കുക, ഈ കാർബൺ വളരെ കഷ്ടപ്പെട്ടാ നിൽക്കുന്നത് അല്ലേ? ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു CH3 ഗ്രൂപ്പ്. പോരാതിന് ഇപ്പുറത്ത് ഈ CH ഗ്രൂപ്പ് ഉണ്ട്. അന്ന് നോക്കിയില്ലെങ്കിലും ഈ 3 CH3 ഗ്രൂപ്പ്. ഇതിലൊരു CH3 ഗ്രൂപ്പ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്, ഒരു CH3 ഗ്രൂപ്പ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ദാ അതിന്റെ OH ഗ്രൂപ്പ് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെ വരും? ഫൈനൽ പ്രൊഡക്റ്റ് എവിടെ എഴുതുമ്പോൾ എഴുതിക്കോട്ടെ, CH3 ഫസ്റ്റ് അങ്ങനെ തന്നെ എഴുതി, C എഴുതി, OH CH3 ഇങ്ങനെ വരും ഫൈനൽ പ്രൊഡക്റ്റ്. ദാറ്റ് ഈസ് ഒരു OH ഗ്രൂപ്പ് സെക്കൻഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഒരു CH3 ഗ്രൂപ്പ് തേർഡ് പൊസിഷനിലേക്ക്, അങ്ങനെയല്ല ഒരു CH3 ഗ്രൂപ്പ് തേർഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ OH ഗ്രൂപ്പ് സെക്കൻഡ് പൊസിഷനിലേക്ക് വരും. അങ്ങനെയാണ് സംഭവിക്കുക. ആദ്യം പോകുന്നത് CH3 ഗ്രൂപ്പ് ആയിരിക്കും, അതിന് ശേഷമാണ് OH ഗ്രൂപ്പ് വരിക. അപ്പോൾ ഇതിന് മാച്ച് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നോക്കിയാൽ മതി. CH3 കഴിഞ്ഞിട്ട് ഒരു C, ഒരു CH3, അതിലേക്ക് തന്നെ ഒരു OH, then CH, then CH3, then again ഒരു CH3. ഓപ്ഷൻ A will be the right answer. നോക്കൂ, ഞാൻ വരച്ചിരിക്കുന്ന സ്ട്രക്ചർ സിമിലർ ആണോ? ഒന്ന് CH3 ഉണ്ട്, C ഉണ്ട്, CH3 ഉണ്ട്. അവർ മുകളിലേക്കാണ് കാണിച്ചിരിക്കുന്നത്, ഞാൻ താഴേക്ക് കാണിച്ചു, അത്ര വ്യത്യാസമുള്ളൂ. OH മുകളിലേക്ക് കാണിച്ച് അവിടെ താഴെയാണ് കാണിച്ചിരിക്കുന്നത്. then CH3. ഓപ്ഷൻ A will be the right answer. നിങ്ങൾ ഓപ്ഷൻ C കുത്താൻ ഉള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും ഈ ഒരു ഷിഫ്റ്റിംഗ് അറിഞ്ഞില്ലെങ്കിൽ. ശരിയല്ലേ? അത് തെറ്റാണ്, റോങ് ആൻസർ ആണ്. അതുകൊണ്ട് റോങ് ഓപ്ഷനും കൂടി ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ഷിഫ്റ്റ് അവിടെ നടക്കുന്നുണ്ട്. അത് ടു റെഡ്യൂസ് ദാറ്റ് ഈസ് ബൾക്കി ബിഹേവിയർ ഓർ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഓഫ് ദ ടെർഷ്യറി കാർബൺ ആറ്റം എന്നാണ് പറയുക. ക്ലിയർ? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. ഫോർത്ത് വണ്ണില് ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, അത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മാർക്കോണിക്കോസ് അഡീഷൻ ആണ്, കൺഫ്യൂഷൻ ഒന്നുമില്ല. CH3 ഉണ്ട്, CH3, CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr. എല്ലാവരും ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. മാർക്കോണിക്കോസ് അഡീഷൻ ആണ്. നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡെൻഡം വിൽ ആഡ്സ് ടു കാർബൺ കണ്ടെയ്നിങ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. ചെയ്തോളൂ. ഒന്ന് ബോർഡ് ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ, ഒന്ന് ഡ്രൈ ആവുള്ളത്. ഇപ്പോ നെഗറ്റീവ് പാർട്ട് Br ആണ്. അപ്പൊ Br മൈനസ് CH ഡബിൾ ബോണ്ട് CH2 എന്നാണ്. അപ്പൊ CHന്റെ അവിടേക്ക് ആഡ് ചെയ്യാം. CHന്റെ താഴെയോ മുകളിൽ Br വരണം. പിന്നെ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അത് CH2ന്റെ പൊസിഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നോർമൽ മോളിക്യൂൾ ആണ്. CH3, CH ബ്രാഞ്ച് ആയിട്ട് CH3, then CH അതിന്റെ ബ്രാഞ്ച് ആയിട്ട് Br, then CH3. ഓക്കെ, ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. CH3 ഉണ്ട്, CH3, CHന്റെ താഴേക്ക് Br, then comes CH3. So CH double bond CH2 എന്നാണ്. So negative part of the addendum will adds to carbon containing lesser number of hydrogen atoms. So Br will attach with the CH carbon and hydrogen will attach with the CH2 carbon. So the structure of the molecule will be option D. Are you clear? Okay. Question number 6 കാണാം.
Which of the following reagents convert propene to 1-propanol? പ്രൊപ്പീനെ 1-propanol ആക്കണം. പ്രൊപ്പീനെ 1-propanol ആക്കണം. പ്രൊപ്പീൻ മോളിക്യൂൾ എഴുതിക്കോളൂ എല്ലാവരും. പ്രൊപ്പീൻ ഡബിൾ ബോണ്ടഡ് മോളിക്യൂൾ ആണ് പ്രൊപ്പീൻ. അതിനെ 1-propanol. ഫസ്റ്റ് പൊസിഷനിൽ തന്നെ OH ഗ്രൂപ്പ് വരണം. ഇവിടെ നമുക്ക് H2 ഇട്ടിട്ടുണ്ടെങ്കിൽ OH ഗ്രൂപ്പ് ഒക്കെ വരും, പക്ഷേ ഫസ്റ്റ് പൊസിഷനിൽ വരണം എന്നില്ല, സെക്കൻഡ് പൊസിഷനിലും വരാം. നമുക്ക് പ്രൊഡക്റ്റ് വേണ്ടത് 1-propanol, 2-propanol അല്ല വേണ്ടത്. അപ്പോ H2O വെറുതെ ഇട്ടിട്ടുണ്ടെങ്കിൽ കാര്യമില്ല, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ അതിലുണ്ട്. സാറെ ക്വസ്റ്റ്യൻ മാറ്റിക്കോളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം. ഒരു റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നിരിക്കുന്ന മോളിക്യൂൾ എഴുതുക. പ്രൊപ്പീൻ CH3 CH ഡബിൾ ബോണ്ട് CH2, ഇതാണ് നമ്മുടെ പ്രൊപ്പീൻ എന്ന് പറയുന്ന മോളിക്യൂള്. ഈ പ്രൊപ്പീൻ മോളിക്യൂൾ അപ്പോഴും അവിടെ CH3 കാണുന്നില്ല അല്ലെ? കാണുന്നില്ലെങ്കിൽ മാറ്റി എഴുതാം, ഇത്രയല്ലേ ഉള്ളൂ പ്രശ്നം. CH3 CH ഡബിൾ ബോണ്ട് CH2, ഇതാണ് നമ്മുടെ പ്രൊപ്പീൻ. ഇതിന് നമുക്ക് വാട്ടർ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് പ്രൊഡക്റ്റ് ആയിട്ട് മാറും. മക്കളെ നോക്ക്, ഇത് രണ്ട് തരത്തിൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറാം. CH3 CHOH CH3, ഇതാണ് നമ്മുടെ പ്രൊപ്പാൻ 2-ol അല്ലെങ്കിൽ 2-propanol. പ്രൊപ്പാൻ 2-ol അഥവാ 2-propanol. അല്ലെങ്കിൽ അടുത്ത പ്രൊഡക്റ്റ് ആകാം CH3 CH2 CH2OH, ഇതാണ് നമ്മുടെ പ്രൊപ്പാൻ 1-ol. ഇങ്ങനെ രണ്ട് പ്രൊഡക്റ്റിനുള്ള സ്കോപ്പ് ഉണ്ട് ഇവിടെ. പക്ഷെ നമുക്ക് വേണ്ടത് പ്രൊപ്പാൻ 1-ol, പ്രൊപ്പാൻ 2-ol ഉണ്ടാവാൻ പാടില്ല ഇവിടെ. അപ്പൊ അതിന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ നമ്മൾ അവിടെ ചെയ്യണം. അവിടെ ഓപ്ഷനിലുണ്ട്, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. B2H6 ബാർ H2O ബാർ OH മൈനസ് H+ എന്താ കിടക്കുന്നുണ്ട്, ആ ഓപ്ഷൻ ആണ് ഉത്തരം. ഇതെങ്ങനെയാണ് ഈ റിയാക്ഷൻ പ്രോഗ്രസീവ് ആയിട്ട് നടക്കണേ എന്ന് നോക്കാം. മക്കളെ നോർമൽ ആയിട്ട് ഇതിനെ ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ നോക്കി, നെഗറ്റീവ് പാർട്ട് ഓഫ് അഡൻഡം ദാറ്റ് ഈസ് H2O നെഗറ്റീവ് പാർട്ട് OH മൈനസ് നമുക്ക് ഇവിടെയാ വരിക, ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്താ വരിക, CH3 CHOH CH3 എന്നാ വരിക, 2-propanol ആ വരിക. അതുണ്ടാവാൻ പാടില്ല. ഓക്കെ, പ്രൊപ്പാൻ 1-ol ആണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് B2H6 ഇതിനെ വർക്ക്ഔട്ട് ചെയ്യണം. ആദ്യം B2H6 വർക്ക്ഔട്ട് ചെയ്യുക, അതിനുശേഷം വാട്ടറുമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഇൻ പ്രസന്റ് H+ അല്ലെങ്കിൽ OH മൈനസ്, ഇതിലേതെങ്കിലും വരണം. ഓക്കെ, റിയാക്ഷൻ ഒരു പേരുണ്ട്, എഴുതി വെച്ചോളൂ. എന്താണ് പേര്? ഹൈഡ്രോബോറേഷൻ. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. ரொம்ப പ്രമാദമായത് റിയാക്ഷൻ ആണിത്. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഈ B2H6 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടല്ലോ, ആ മോളിക്യൂളിന്റെ പേരാണ് ഡൈബൊറൈൻ. അപ്പൊ ഹൈഡ്രോബോറേഷൻ എന്നുള്ള വാക്ക് വന്ന് എവിടെ നിന്നാണെന്ന് ഇപ്പൊ കിട്ടിക്കാണും. ഹൈഡ്രോബോറേഷൻ എന്നാണ് റിയാക്ഷന്റെ പേര്. കാരണം ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് B2H6 എന്ന് പറയുന്ന മോളിക്യൂൾ ആണ്. B2H6ന്റെ പേരാണ് ഡൈബൊറൈൻ. അപ്പൊ പ്രൊപ്പീൻ എടുക്കുന്നു. പ്രൊപ്പീൻ എടുത്തിട്ട് ഞാൻ ആദ്യം തന്നെ ഡൈബൊറൈനുമായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. ഡൈബൊറൈനുമായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. എങ്ങനെയാ വർക്ക്ഔട്ട് ചെയ്യുക നോക്കൂ, വളരെ കീൻ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കട്ടെ. കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് ഇതിന്. ഡൈബൊറൈനകത്ത് നോക്ക്, B2H6 2 ബോറോണാറ്റം ഉണ്ട്, 6 ഹൈഡ്രജനാറ്റം ഉണ്ട്. ഇതിന് എളുപ്പത്തിൽ ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തോട്ടെ. HBH2 ട്വൈസ്. നോക്കൂ 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 നോക്കൂ, കുറച്ച് ഗഹനമായ കൺസെപ്റ്റ് ആണ്. HBH2 ട്വൈസ് എന്ന് ഞാൻ സ്പ്ലിറ്റ് ചെയ്യട്ടെ. ഒന്ന് നോക്കിയേ, B2 നോക്കിയേ, B1 into 2 B2 അല്ലേ? ഓക്കെ, H2 ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു H ഉണ്ട്. അപ്പൊ H2 ഒന്നും കൂട്ടിയാ 3 into 2 6 അല്ലേ? അപ്പൊ B2H6 ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യട്ടെ. റിയാക്ഷൻ എളുപ്പത്തിൽ എഴുതാൻ ഇങ്ങനെയാണ് നല്ലത് കേട്ടോ. ഇത് വർക്ക്ഔട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ ഇത് എന്തായിട്ട് മാറും, ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. CH3 CH2, ഈ H ഇവിടേക്ക് പോകും. അങ്ങനെയാണ് സംഭവിക്കുക. അതാ ഈ H ഇവിടേക്ക് പോകും. B2H6 ഒന്നിച്ച് എഴുതുമ്പോൾ എവിടേക്കാ പോകണേ വരണേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് B2H6 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്. ഈ H ദാ ഇവിടേക്ക് പോയി, ബാക്കിയുള്ളത് അപ്പൊ ഇതെന്തായി, CH എന്നുള്ളത് CH2 ആയി. പിന്നെ CH2 അടുത്ത പൊസിഷൻ BH2, ഇങ്ങനെയായിട്ട് മാറി. CH2 BH2 കഴിഞ്ഞിട്ടില്ല, അടുത്ത സ്റ്റെപ്പ് ഉണ്ട്. അടുത്ത സ്റ്റെപ്പില് വീണ്ടും അടുത്ത പ്രൊപ്പീൻ ഇടുക. CH3 CH ഡബിൾ ബോണ്ട് CH2, അടുത്ത പ്രൊപ്പീൻ ഇടുക. ഓക്കെ, അപ്പോ ഇതിലേക്ക് ആഡ് ചെയ്തു. ആഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറി, CH3 CH2 CH2 ട്വൈസ്. ദാ ഇത് ഒരെണ്ണുണ്ട്, ഒരു സെഗ്മെന്റ് ഉണ്ട്. ഇതാ രണ്ടാമത്തെ സെഗ്മെന്റ് ഇവിടെ. ടോട്ടൽ അപ്പൊ 2 എണ്ണമായി. BH2 എന്നുള്ളത് ഇനി BH ആയിട്ട് മാറും. ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്തു. കഴിഞ്ഞിട്ടില്ല,
അടുത്ത സ്റ്റെപ്പില് വീണ്ടും ഇടുക അടുത്ത പ്രൊപ്പീനെ CH3CH ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ടോട്ടൽ 3 സെഗ്മെന്റ് ആയി. ഇങ്ങനെ വരും CH3CH2CH2 ത്രൈസ് ബി. നോക്കൂ 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 വ്യത്യാസം. ഇവിടെ BH2 എന്നായിരുന്നു, അതാണ് ഇവിടെ അറ്റാച്ച് ചെയ്തത്. ഇവിടെ എത്തിയപ്പോ BH ആയി, ഒരു ഹൈഡ്രജൻ കുറഞ്ഞു. ഇവിടെ എത്തിയപ്പോ B ആയി. കാരണം ബോറോണിന് 3 വാലൻസിയേ ഉള്ളൂ ആകെ. ബോറോൺ ഒരു കൈ കൊണ്ട് ഒന്നാമത്തെ ഈ സെഗ്മെന്റിനെ പിടിച്ചു, രണ്ടാമത്തെ കൈ കൊണ്ട് രണ്ടാമത്തെ സെഗ്മെന്റിനെ പിടിച്ചു, മൂന്നാമത്തെ കൈ കൊണ്ട് മൂന്നാമത്തെ സെഗ്മെന്റിനെ പിടിച്ചു. ഇത്രയും സ്റ്റെപ്പിനെ പറയുന്ന ഹൈഡ്രോബോറേഷൻ. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓക്സിഡേഷനാണ്. ഇവിടേക്ക് ഇടുക H2O ഇൻ പ്രസൻസ് ഓഫ് H2O2. ഹൈഡ്രജൻ പെറോക്സൈഡും കൂടി വേണം കേട്ടോ. ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ പ്രസൻസ് H+ അല്ലെങ്കിൽ OH-. അപ്പൊ നേരെ റിവേഴ്സ് വരും. ഇത് 3 molecules നോക്കൂ. 3 molecules ഓഫ് CH3 CH2 CH2 OH പ്ലസ് BOH ത്രൈസ് എന്നായിട്ട് മാറും ഈ മോളിക്യൂൾസ്. ഈ CH3 CH2 CH2 OH ആണ് പ്രൊപ്പാൻ 1-ol അഥവാ 1-propanol. ഇതേ റിയാക്ഷൻ, അതായത് ഈ പ്രൊപ്പീൻ എടുത്തിട്ട് നിങ്ങൾ നേരിട്ട് വാട്ടർ ഒഴിക്കുകയാണെങ്കിൽ പ്രൊപ്പാൻ 1-ol ഒരിക്കലും കിട്ടത്തില്ല, പ്രൊപ്പാൻ 2-ol കിട്ടും ഡെഫിനറ്റ്ലി. ഇങ്ങനൊരു റിയാക്ഷൻ നടത്തുമ്പോഴാണ് ഇത് പ്രൊപ്പാൻ 1-ol ആയിട്ട് മാറുക. അപ്പൊ ഓപ്ഷൻ ഡിയിലുള്ള B2H6 എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ആ ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് എടുക്കേണ്ടത്. ഇതിങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുക. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ പഠിക്കാൻ ഞാൻ പറയില്ല. കാലക്രമേണ +2 കൂടി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിന്റെ ഓരോ സ്റ്റെപ്പും ഡെവലപ്പ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഇത് ജസ്റ്റ് എഴുതി വെക്കുക, ആൻസർ മാർക്ക് ചെയ്ത് വെക്കുക. ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ഞാൻ ഒന്ന് പറയാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. പ്രൊപ്പീനെ നോർമലായിട്ട് ഹൈലൈസ് ചെയ്യുമ്പോൾ പ്രൊപ്പാൻ 2-ol ആണ് കിട്ടുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രൊപ്പാൻ 2-ol അല്ല ചോദിച്ചിരിക്കുന്നത്, പ്രൊപ്പാൻ 1-ol ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നോർമൽ ഹൈഡ്രോളിസിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊപ്പാൻ 1-ol കിട്ടത്തില്ല, പ്രൊപ്പാൻ 2-ol ആണ് കിട്ടുക. സോ വി ഹാവ് ടു അപ്ലൈ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. Hydroboration means reaction with diborane molecule. Diborane is B2H6. B2H6 സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് റിയാക്ഷനിലേക്ക് കൊണ്ടുവരണം നമുക്ക്. അതുകൊണ്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് HBH2 ട്വൈസ്. ഇതൊക്കെ നമ്മുടെ റിയാക്ഷൻ പഠിക്കുമ്പോൾ തോന്നുന്ന ഓരോ ലോജിക്കാണ്. ആ ലോജിക്ക് ആയിട്ട് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ B2H6 ഒറ്റയടിക്ക് എഴുതുമ്പോഴത്തേക്ക് ഇത് എവിടെയാണ് B2H6 കോർത്തിടേണ്ടത് നമുക്ക് ഡൗട്ട് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് B2H6 HBH2 ട്വൈസ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ H എടുത്തിട്ട് ഇവിടെ കൊടുത്തു, കണ്ടോ, CH2 ആയി. BH2 എടുത്തിട്ട് ഈ വാലറ്റത്ത് കൊടുത്തു. ബോറോണിന്റെ ബാലൻസ് 3 ഉള്ളൂ എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അടുത്ത മോളിക്യൂൾ കൊടുക്കുമ്പോൾ ഒരു ഹൈഡ്രജൻ ഞങ്ങൾ റിമൂവ് ചെയ്തു. 2 എണ്ണം ഇതും 1 എണ്ണം ഈ ഹൈഡ്രജൻ. 3 ബാലൻസ് ഉള്ളൂ ബോറോണിന്. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഒരു ആൽക്കീൻ ഇട്ടു, ആ ഹൈഡ്രജൻ കൂടി റിമൂവ് ചെയ്തു. ആകെ 3 ബാലൻസ് ഉള്ളൂ. ആ 3 ബാലൻസ് ഈ ഒരു ഹൈഡ്രോ കാർബൺ പാർട്ട് തന്നെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്നും ബോറോണിന് എലിമിനേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പ് അപ്ലൈ ചെയ്യുക, ഓക്സിഡേഷൻ. സോ H2O ഇൻ പ്രസൻസ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ദിസ് മോളിക്യൂൾ ഇവിടെ അങ്ങോട്ട് തിരിക്കുക. 3 ആദ്യം ഇടുക, കണ്ടോ, 3 ആദ്യം ഇട്ടു. CH3 CH2 CH2 then comes OH പ്ലസ് BOH ത്രൈസ്. ആ OH എവിടെ നിന്ന് കിട്ടി? ഇതാ ഈ H2 പോലത്തെ ബാക്കിയുള്ള സെഗ്മെന്റ് H2O2 ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായ സെഗ്മെന്റ് ആണ് ആ OH ത്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പുകൾ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഇവിടുത്തെ പ്രൊഡക്റ്റ് പ്രൊപ്പാൻ 1-ol ആയിരിക്കും. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഇത്ര ഗഹനമായിട്ട് പറഞ്ഞിട്ട് എന്താണ് ഒരു ടാറ്റ പോലും ഇല്ലാത്ത? എല്ലാവരും മറ്റേ മനസ്സിലാത്ത പോലെ ഇരിക്കുകയാണോ? അതാണോ? ഓക്കെ, ശരി, എഴുതി വെച്ചോളൂ കേട്ടോ. കുറച്ചും കൂടി കാര്യങ്ങൾ കുറച്ചും കൂടി കഴിയുമ്പോൾ +2 തിയറിയും കൂടി ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോളും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. 6th 7th എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എ ഹൈഡ്രോകാർബൺ എ ഓൺ ക്ലോറിനേഷൻ ഗിവ്സ് ബി വിച്ച് ഓൺ ഹീറ്റിംഗ് വിത്ത് ആൽക്കോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ എലിമിനേഷൻ ഉണ്ട് കേട്ടോ. ആൽക്കോളിക് AH ഉണ്ട്, ഇൻറ്റു അനദർ ഹൈഡ്രോകാർബൺ സി. ദ ലെറ്റർ ഡീകളറൈസസ് ബയേഴ്സ് റിയേജനെ ഡീകളറൈസ് ചെയ്യുന്നു. ഡെഫിനിറ്റ്ലി ആൻസർ വരുന്നത് ആൽക്കീൻ ആയിരിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ മുഴുവൻ വായിച്ചിട്ടില്ലേ, ഇതിന് മുന്നേ തന്നെ ആൻസറിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, വായിച്ചോളൂ. എന്താണ് എ ഹൈഡ്രോകാർബൺ എ? അപ്പൊ എ ഇടൂ, ക്യാപിറ്റൽ എ ഹൈഡ്രോകാർബൺ എ. ക്വസ്റ്റ്യൻ നമുക്ക് ചുരുക്കത്തിലാക്കി തരാം. എ ഹൈഡ്രോകാർബൺ എ ഓൺ ക്ലോറിനേഷൻ ഗിവ്സ് ബി വിച്ച് ഓൺ ഹീറ്റിംഗ് വിത്ത് ആൽക്കോളിക് AOH ഗിവ്സ് സി. ദ ലെറ്റർ ഡീകളറൈസസ് ബയേഴ്സ് റിയേജന്റ് ആൻഡ് ഓൺ ഓസോണോളിസിസ് ഇറ്റ് ഫോംസ് ഫോർമാൽഡിഹൈഡ് ഓൺലി. ദെൻ എ ഈസ്.
ഇവിടെ ബെയേഴ്സ് റിയേജനെ ഡീകളറൈസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ബെയേഴ്സ് റിയേജനെ ഡീകളറൈസ് ചെയ്യുന്നത് നമുക്ക് അറിയാം. നമുക്ക് ആൽക്കീൻ മോളിക്യൂൾസ് ആണ്. അപ്പോ ഇഥൈൻ എന്ന് പറയുന്നത് ആൽക്കൈൻ. അപ്പൊ ഓപ്ഷൻ എ അല്ല ഉത്തരം. ബ്യൂട്ടൈൻ എന്ന് പറയുന്നത് ആൽക്കൈൻ ആണ്. അപ്പോ ബി അല്ല ഉത്തരം. മീഥൈൻ എന്ന് പറയുന്നതും ആൽക്കൈൻ ആണ്. അപ്പൊ സി അല്ല ഉത്തരം. ഇത്തീൻ എന്ന് പറയുന്നതാണ് ആൽക്കീൻ മോളിക്യൂള്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. കാണിച്ചു തരാം എങ്ങനെയാണ്. സരകോസ്റ്റി മാറ്റിക്കോളൂ. നമ്മുടെ കയ്യിൽ എ ഉണ്ട്. എനെ നമ്മൾ ക്ലോറിനേഷൻ ചെയ്യുന്നു. ക്ലോറിൻ വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ബി കിട്ടുന്നു. ബീനെ എടുത്തിട്ട് നമ്മൾ ആൽക്കഹോളിക് KOH വർക്ക്ഔട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് സി കിട്ടുന്നു. ഓക്കെ, ഈ സി എന്ന് പറയുന്നതാണ് ബെയേഴ്സ് റിയേജന്റുമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ബെയേഴ്സ് റിയേജന്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ സി എന്ന് പറയുന്നത് ആൽക്കീൻ ആണെന്നുള്ള ഒരു ഹിന്റ് അവിടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ സീനെ എടുത്തിട്ട് നിങ്ങൾ ഓസനോളിസിസ് ചെയ്യുന്നു. ഓസനോളിസിസ് ചെയ്യുന്നു. ഓസനോളിസിസ് ചെയ്യുമ്പോൾ ഫോർമാൽഡിഹൈഡ് ആണ് കിട്ടുക. HCHO + HCHO. ഓക്കെ, അപ്പൊ ഉറപ്പായി ആൽക്കീൻ ആണ് സി. ഇനി അത് എത്ര കാർബൺ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നോക്കൂ, ഈ ഫോർമാൽഡിഹൈഡിൽ ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെയും ഒരു കാർബൺ. അപ്പൊ 2 കാർബൺ ഉള്ള ആൽക്കീൻ ആണ്. 2 കാർബൺ ഉള്ള ആൽക്കീൻ എന്ന് പറയുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2. ഇതിന്റെ പേരാണ് ഇഥീൻ എന്ന് പറയുന്ന മോളിക്യൂൾ. CH2 ഡബിൾ ബോണ്ട് CH2, ഈ മോളിക്യൂളിന്റെ പേരാണ് ഇഥീൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ഇഥീൻ മോളിക്യൂൾ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സി എന്ന് പറയുന്ന മോളിക്യൂള്. അത് ബെയേഴ്സ് റിയേജനെ ഡീകളറൈസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 8 അല്ലേ? ഓക്കെ, ഇതെല്ലാം +2 പഠിക്കാന്ന് വെച്ചിട്ട് ഇവിടെ ഒന്നും പഠിക്കാതിരിക്കണം എന്നുള്ള അർത്ഥമല്ല കേട്ടോ. +2 പഠിക്കും, പക്ഷെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും ഡെവലപ്പ് ചെയ്ത് പോകണം. ഇതെന്താ പറഞ്ഞേക്കണേ? When 3,3-dimethyl 2-butanol, 3,3-dimethyl നമ്മൾ നേരത്തെ ആ ക്വസ്റ്റ്യനിലേക്ക് വരുന്നുണ്ട്. Is heated with H2SO4, the major product obtained is 2,3-dimethyl 2-butene, 3,3-dimethyl 1-butene, 2,3-dimethyl 1-butene and cis and trans isomer. ഓക്കെ, നോക്കാം, നമുക്ക് എഴുതിക്കോട്ടെ. 3,3-dimethyl 2-butanol, 3,3-dimethyl 2-butanol, 1 2 3 4 2-butanol ആണ് കൊടുത്തു. 3,3-dimethyl CH3 കൊടുത്തു. ഓക്കെ, യെസ് സാർ, ക്വസ്റ്റ്യൻ മാറ്റിക്കോളൂ. ഓക്കെ, ദെൻ CH3 കൊടുത്തു, CH കൊടുത്തു, ഇതിലൊന്നും വേണ്ട, CH3 കൊടുത്തു. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന മോളിക്യൂള്. 3,3-dimethyl 2-butanol, 3,3-dimethyl 2-butanol. ഇതിന് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എലിമിനേഷൻ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഹീറ്റ് ചെയ്യാണ്. സാറേ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? ഒന്നും കൂടി ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചേ. ഹീറ്റിംഗ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഹീറ്റഡ് വിത്ത് H2SO4. ഓക്കെ, സോ ദ മേജർ പ്രോഡക്റ്റ് വിൽ ബി, യെസ്, മാറ്റിക്കോളൂ. ഓക്കെ, ഇതിന് നമ്മൾ ഹീറ്റ് ചെയ്യിക്കുകയാണ് കേട്ടോ. കോൺസെൻട്രേറ്റഡ് H2SO4 വെച്ചിട്ട് ഹീറ്റ് ചെയ്യാണ്. കോൺസെൻട്രേറ്റ് H2SO4 വെച്ച് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകും. H2O ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. H2O ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അപ്പൊ OH ഇരിക്കുന്നത് ഇവിടെയാണ്. ഈ OHും ഈ CH3നെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കോട്ടെ. CH3നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് H എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഈ OHും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു Hും കൂടി അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് പോകും, റിമൂവ് ചെയ്ത് പോകും. ഇവിടെ ഒരു H ഉണ്ട് കേട്ടോ, സൈഡില് ഒരു H ഉണ്ട്, നിങ്ങൾ കാണാണ്ടാണ്. ഓക്കെ, ഈ OHും ഈ Hും കൂടി അങ്ങ് റിമൂവ് ചെയ്യും. ബാക്കി വരുന്ന സ്ട്രക്ചർ ഞാൻ ആദ്യം എഴുതട്ടെ. CH2, ഇത് മാത്രമേ ഉള്ളൂ, ഇത് പോയിട്ടാ. CH2 ഇവിടെ ഡബിൾ ബോണ്ട് ഡെവലപ്പ് ചെയ്യും. ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് CH3, സിംഗിൾ ബോണ്ട് CH3, സിംഗിൾ ബോണ്ട് CH3. ഇങ്ങനെ ഒരു മോളിക്യൂളാണ് ഇനീഷ്യൽ ടൈമിൽ കിട്ടുക. ആൻസർ ഇതാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇവിടെ നോക്കൂ മക്കളെ, ഈ കാർബൺ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത് അല്ലേ? ഈ കാർബൺ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത് നോക്കൂ. ഒരു CH3, രണ്ടാമത്തെ CH3, മൂന്നാമത്തെ CH3, 3 CH3 കൂടിയിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുക. അപ്പൊ അതിനെ ഷിഫ്റ്റ് ചെയ്യണം, ഇങ്ങോട്ട് തട്ടണ്ടേ? തട്ടണം. തട്ടുമ്പോൾ എന്താവും? CH2
ഡബിൾ ബോണ്ട് CH, ഫൈനൽ ആൻസർ അല്ല കേട്ടോ, CH3 ഒരെണ്ണം കൊണ്ട് തട്ടി. ഇവിടെ ഇനി CH3 ഇത്രയേ ഉള്ളൂ. ഇനി ഒരു CH3 ഗ്രൂപ്പ് ഇവിടേക്ക് തട്ടി. ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല കേട്ടോ, ശരിയാക്കി തരാം. ഓക്കെ ഓക്കെ. ഇനി എന്ത് സംഭവിക്കുന്നത്? ഈ ഡബിൾ ബോണ്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ എന്തായിട്ട് വന്നു? CH3 വന്നു, CH3, ഡബിൾ ബോണ്ട് CH3, സിംഗിൾ ബോണ്ട് CH3. ഈ ഡബിൾ ബോണ്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഹൈഡ്രജൻ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ CH3 ആയി, CH3 ആയി, ഡബിൾ ബോണ്ട് CH3. അപ്പൊ പേര് വരിക 2,3 ബ്യൂട്ടൈൻ അല്ല, 2,3 ഡൈമീഥൈൽ 2,3 ഡൈമീഥൈൽ 2 ബ്യൂട്ടീൻ 2,3 ഡൈമീഥൈൽ 2 ബ്യൂട്ടീൻ. സാറേ ഓപ്ഷൻ ഒന്ന് കാണിച്ചോളൂ. 2,3 ഡൈമീഥൈൽ 2 ബ്യൂട്ടീൻ ഏത് ഓപ്ഷൻ ആണെന്ന് നോക്കട്ടെ. മക്കളെ ക്ലാസ് ഞാനിപ്പോ നിർത്തും. എക്സാം ഉണ്ട് കേട്ടോ, പക്ഷെ ആരും ലീവ് ചെയ്ത് പോകരുത് കേട്ടോ. എൻ്റെ ക്ലാസ് കണ്ടിട്ട് എക്സാം ഉണ്ട്, ലീവ് ചെയ്ത് പോകരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ നോക്കിക്കോട്ടെ. 2,3 ഡൈമീഥൈൽ 2 ബ്യൂട്ടീൻ. ഡൈമീഥൈൽ 2 ബ്യൂട്ടീൻ ഏത് ഓപ്ഷനാണ് വരുന്നത് നോക്കട്ടെ. എനിക്കൊന്ന് കാണിച്ചു തന്നാലും മതി സൈഡിലെ ഇതില്. ഡൈമീഥൈൽ 2 ബ്യൂട്ടീൻ 2,3 ഡൈമീഥൈൽ 2 ബ്യൂട്ടീൻ ഓപ്ഷൻ എ അല്ലേ? 2,3 ഡൈമീഥൈൽ 2 ബ്യൂട്ടീൻ ഓപ്ഷൻ എയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷൻ എയിൽ കിടക്കുന്നുണ്ട് 2,3 ഡൈമീഥൈൽ 2 ബ്യൂട്ടീൻ. സെറ്റ് അല്ലേ? അപ്പൊ കണ്ടോ, ഈ ഒരു ഷിഫ്റ്റ് വഴി 3 ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഓക്കെ, ഞാൻ നിർത്തിയാണ്. ബാക്കി അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ അന്ന് എക്സാം ഉണ്ട്, ആരും ലീവ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റാ.